ഇൻഫെർട്ടിലിറ്റി എപ്പോഴും ഫീമെയിൽസിന്റെ പ്രശ്നം എന്നുള്ളത് ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ. Hello everyone, welcome to MedVentures. Today we are going to learn and understand a very interesting topic which is so relevant in our society, which is infertility. ഒരു 30-33% മെയിൽ പുരുഷവന്ധ്യതയാണ്. ഒരു 30-33% സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടാണ്. ഈവൻ കേരളം പോലൊരു സമൂഹത്തിൽ എപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നമാണെന്നാണ്. അത് ശരിയല്ല. പുരുഷവന്ധ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ട് പുരുഷവന്ധ്യത കൂടുന്നു? ഇതെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. Hello everyone, welcome to MedVentures. Today we are going to learn and understand a very interesting topic which is so relevant in our society, which is infertility. And today with us we have a very prominent guest, Dr. M. Venugopal, who is a chief infertility specialist working in Thrissur and Palakkad since the last 25 years. So I welcome Dr. Venugopal to MedVentures. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ 25 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂവിന് സിറ്റ് ഡൗൺ ആയിട്ടൊരു ഇന്റർവ്യൂവിന് എൻ്റെ ഓൺ ജേർണിയെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പൊ ഞാനിത് എന്നും എനിക്ക് ഓർമ്മയുണ്ടാവും. സോ താങ്ക് യു ആൻഡ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് ഇന്ററാക്ഷൻ. Thank you, sir. So before sir ബേസിക്കലി ഒരു ഗൈനക്കോളജിസ്റ്റ് ആണ്. സർ എപ്പോഴാണ് ഈ ഗൈനക്കോളജി മാറി ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിലേക്ക് തിരിഞ്ഞത്? ഇപ്പൊ നോക്കുമ്പോൾ ഞാൻ പൂനെയിലാണ് എൻ്റെ MD ഗൈനക്കോളജി ചെയ്തത്. ഒറിജിനലി ഞങ്ങൾ ചേലക്കരയിൽ നിന്നാണ്. ഫാദറിന് അവിടെ ജോലി ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പൂനെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പൊ എന്നും അവരുടെ ഡ്രീമാണ് നാട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ്, ആരും ഫാമിലിയിൽ ഡോക്ടേഴ്സ് ഇല്ല. പക്ഷെ ആ ചേലക്കര ഭാഗത്തുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു അന്നും എന്നും. ഡോക്ടർ കൃഷ്ണകുട്ടി എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. അപ്പൊ സാറിന്റെ അടുത്ത് സാറാണ് ഇൻസ്പിറേഷൻ. സാറിനെ പോലെ ആവണം, സാറിനെ പോലെ ഒരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ MD കഴിഞ്ഞപ്പോ എൻ്റെ ഫാദർ സാറിനെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ MD കഴിഞ്ഞിട്ടുണ്ട്, അപ്പോ ഇങ്ങനെ താല്പര്യമുണ്ട്, ഗൈനക്കോളജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു, എന്നാ ശരി വരട്ടെ, ഞങ്ങൾക്ക് ഇവിടെ ഒരു IVF സെന്റർ ഒക്കെ തുടങ്ങാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഞാൻ പൂനെന്ന് പോകുന്നതാണ്. അതായത് 1999. ഐ കെയിം ഹിയർ ഇൻ 1999. ഓക്കെ. അപ്പൊ പക്ഷെ തൃശ്ശൂര് വന്നപ്പോ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. സാറിനൊരു ഭയങ്കര പ്രൊഫൈൽ. സാർ വാസ് ലൈക്ക് സ്റ്റിൽ ലൈക്ക് ഗോഡ് ടു മെനി ഓഫ് ഹിസ് പേഷ്യൻസ് വർ ഇൻഫെർട്ടിലിറ്റി. പ്ലസ് ഇൻ തൃശ്ശൂർ ഇസ് ദാറ്റ് വേ ബ്ലെസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. കാരണം അറൌണ്ട് തൃശ്ശൂർ ഓൾസോ ദർ ആർ അതർ ക്ലിനീഷ്യൻസ് ഓൾസോ. ഡോക്ടർ ഗോപിനാഥൻ ഉണ്ടായിരുന്നു എടപ്പാള്, ഡോക്ടർ അഷ്റഫ് ഉണ്ട് കൊടുങ്ങല്ലൂർ. ഇവരെല്ലാം ഇൻഫെർട്ടിലിറ്റി വർക്ക് വളരെ ബെഞ്ച് മാർക്ക്ഡ് ആണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലുള്ളവരൊക്കെ കൃഷ്ണകുട്ടി സാറ്, ഗോപിനാഥൻ സാർ, അഷ്റഫ് സാർ, ഇവരുടെയൊക്കെ വർക്കിനെ കണ്ട് അഡ്മയർ ചെയ്യുന്നു. അപ്പൊ അവര് എനിക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, ദിസ് ഇസ് എ ഗുഡ് പ്ലേസ് ടു ബി ഇൻ, ആൻഡ് ദാറ്റ്സ് ഹൗ ഐ ഡിസൈഡഡ് ടു സെറ്റിൽ ഡൗൺ ഹിയർ. ആൻഡ് ദ ജേർണി കണ്ടിന്യൂസ്. ഇപ്പൊ 25 വർഷമായി. ആൻഡ് ടു ടെൽ യു ദ ട്രൂത്ത്, I'm enjoying part of this, being a part of this journey, and it's really satisfying that you are able to put a smile on the face of people who are really sad and affected by this problem. So സാറുടെ മെന്റേഴ്സിന്റെ പറ്റി പറഞ്ഞു. ബട്ട് ഡ്യൂറിങ് യുവർ പ്രാക്ടീസ് ടൈം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പേഷ്യന്റ് കണ്ടിട്ടാണോ യെസ് ഐ തിങ്ക് ഇൻഫെർട്ടിലിറ്റി ഈസ് ദ ബ്രാഞ്ച് ടു ഗോ അഹെഡ്? എനി സ്പെസിഫിക് പേഷ്യന്റ് ഓർ സംതിങ് ഇൻ യുവർ ഗ്രാജുവേഷൻ? അല്ല, ഇൻഫെർട്ടിലിറ്റിക്ക് ഒരു ഇതുണ്ട്. വൺസ് യു സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇൻഫെർട്ടിലിറ്റി, അത് യു കം അക്രോസ് പേഷ്യൻസ്, ആൻഡ് when they become pregnant or when they conceive, or sometimes you would have അത്രയൊന്നും എത്തിയിട്ടുണ്ടാവില്ല. we would have just had a good conversation with them. They are so thankful and grateful because whatever intervention or a pregnancy changes their life so much. So as a professional, if something that you do changes the life of other people, that's a big thing. You save so many marriages, you save so many relationships, and അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഒരു സിംഗിൾ എപ്പിസോഡ് അങ്ങനെ ഞാൻ ഒരിക്കലും റിക്കോൾ ചെയ്യാറില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് the way the practice develops and evolves, you meet so many patients, ഈ പറഞ്ഞ മാതിരി. And then infertility വേറൊരു ലെസൺ you learn is
എല്ലാവരും ചോദിക്കും വാട്ട് ഡസ് ഇറ്റ് ടേക്ക് ടു ബിക്കം എ സക്സസ്ഫുൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്. Right. വെൻ എ പേഷ്യന്റ് കൺസീവ്സ് ആൻഡ് നമുക്ക് ഇൻഫെർട്ടിലിറ്റിയിൽ അവർക്കൊരു ബേബി കൊടുക്കാൻ പറ്റി ട്രീറ്റ്മെന്റ് ചെയ്തിട്ട്, അപ്പൊ അവര് നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയും. അതായത് ദൈവത്തിന്റെ പോലെയുള്ള ഡോക്ടർ, അത് പറഞ്ഞിട്ട് അങ്ങനെയുള്ളൊരു ടെർമിനോളജിയാണ്. പക്ഷെ സക്സസ്ഫുൾ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ എപ്പോഴും ശരിയാവാത്തവരെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറിയാം. സക്സസ് കിട്ടാത്ത പേഷ്യൻസിനെ ഡീൽ ചെയ്യലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള. അവിടെയാണ് ഈ ഇതായിട്ടുള്ളത്. അപ്പൊ യങ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വിചാരിക്കാറുള്ള അവർ ലേൺ ചെയ്യേണ്ട ലെസൺ അതാണ്. അതായത് ട്രീറ്റ്മെന്റിന് സക്സസ്ഫുൾ ആവാത്തവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, Right. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഐ തിങ്ക് അവിടെയാണ് അതിന്റെ ട്രിക്കും ഇതെല്ലാം കിടക്കുന്നത്. Right. കാരണം that നമ്മൾ only- എത്ര നല്ല ട്രീറ്റ്മെന്റ് ചെയ്താലും സക്സസ് ഒരു 30% ആൾക്കാർക്ക് പറ്റുള്ളൂ, 40% കിട്ടായിരിക്കും. Right. എന്ന് പറയാൻ 10 പേഷ്യന്റിനെ കണ്ടാൽ 3 പേരോ 4 പേർക്കോ അൾട്ടിമേറ്റ്ലി നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു സക്സസ് കിട്ടും. പക്ഷെ ഒരു 5-6 പേരുണ്ടാവും നമ്മൾക്ക് സക്സസ്ഫുൾ ആവാത്തവർ. Right. അവരെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ദേ ഷുഡ് നോട്ട് ഫീൽ ബ്രോക്കൺ ഡൗൺ. കാരണം അവര് ഒരു പേഷ്യന്റ് ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അത് 100% ശരിയാവുമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. Correct. ശരിയാവാത്തവര് അതോടുകൂടി ബ്രോക്കൺ ഡൗൺ ആവും. അവരുടെ വിശ്വാസം അത് നിർത്തുക. അതായത് അവർക്കൊരു ഹോപ്പ് കൊടുക്കുക. Correct. അതാണ് ഏറ്റവും വലിയൊരു ഇതിന്റെ ഒരു മന്ത്ര എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും മന്ത്രയൊക്കെയാണ് മനസ്സിലാവും സക്സസിന്റെ മന്ത്ര. Right. സോ ഇപ്പോ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ ഡിഫറെന്റ് നോഷൻസ് ആണ് ഓരോ ഇന്ത്യയില് നാട്ടിലായാലും. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള ഡെഫിനിഷൻസ് ആണ്. ഒരു എക്സാക്ട് മെഡിക്കൽ ഡെഫിനിഷൻ ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്തായിരിക്കും? ഇൻഫെർട്ടിലിറ്റി എന്നുള്ള വാക്ക് ആർക്കും ഇഷ്ടമല്ല. കാരണം ഇൻഫെർട്ടിലിറ്റി എന്ന വാക്ക് ഒരു ടാബു ആണ്. ടാബു എന്ന് പറഞ്ഞാൽ ആർക്കും അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇഷ്ടമില്ല. ഇപ്പൊ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ഇഷ്യൂസ് എപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങുക, അതായത് കുഞ്ഞുങ്ങളായില്ല എന്ന് പറഞ്ഞു, നമ്മൾ അതിനെക്കുറിച്ച് ഒരു കറക്റ്റ് ധാരണ വേണം. പ്രത്യേകിച്ച് കേരളത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷത്തോളം 1 ഇയർ യാതൊരു വക ഈ കുടുംബാസൂത്രണ ഇതൊന്നും യൂസ് ചെയ്യാണ്ട്, കോൺട്രാസെപ്ഷൻ ഒന്നും യൂസ് ചെയ്യാണ്ട് ഹസ്ബൻഡും വൈഫും കൂടി ഒരുമിച്ച് ഒരു പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തു. എന്നിട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതിനെ ഇൻഫെർട്ടിലിറ്റി എന്ന് ലേബിൾ. ഞാൻ കേരള കോണ്ടെക്സ്റ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്നുണ്ടായിരുന്നു, നമ്മളുടെ നാട്ടില് മൈഗ്രന്റ് പോപ്പുലേഷൻ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേക്കും ഹസ്ബൻഡ് ചിലപ്പോൾ പോകും. ആള് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. അതെ. പക്ഷെ 5 വർഷം കഴിയുമ്പോഴേക്കും സിറ്റുവേഷൻ എന്താണെന്നുണ്ടെങ്കിൽ 5 വർഷം കല്യാണം കഴിഞ്ഞിട്ടായി, കുഞ്ഞായില്ല. പക്ഷെ ചോദിക്കുമ്പോൾ ഒരുമിച്ച് അവര് 2 മാസമായിരിക്കും ഒരുമിച്ചുണ്ടായിരിക്കും. Correct. അതുകൊണ്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. 1 വർഷത്തോളം തുടർച്ചയായി നിൽക്കണം, ട്രൈ ചെയ്യാം. അതിന് നമ്മൾ കുറച്ച് വ്യത്യാസം വരുത്താറുണ്ട്. കാരണം ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ കുട്ടികളാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പ്രായം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രായം ആൾക്കാർ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്, ഏജ് ഓഫ് ദ ഫീമെയിൽ പാർട്ട്ണർ. അപ്പൊ സ്ത്രീകൾക്ക് 35 വയസ്സ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ 1 വർഷം എന്നുള്ളത് ഒരു 6 മാസമായിട്ട് കുറക്കും. 6 മാസം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ടെസ്റ്റ് തുടങ്ങും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി ലേബിൾ വന്നാൽ അത് കഴിഞ്ഞാൽ പേഷ്യൻസിന് പിന്നെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയായി, അവർ ഇൻഫെർട്ടിലിറ്റി പേഷ്യന്റ് ആയി, എല്ലാ മാസവും ഡോക്ടറെ കാണണം. ഇതൊക്കെ ഒരു സ്ട്രെയിൻ ആണ്. ആ ലേബിൾ വരുന്നതിന് മുമ്പും ഈ സ്ട്രെയിൻ ഒക്കെ അവർക്ക് പാസ് ഓൺ ചെയ്യുന്നതിന് മുമ്പും കുറെ ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും കറക്റ്റ് ഡയഗ്നോസിസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പലപ്പോഴും മിസ്സായി പോകും. കാരണം അവരുടെ ആകാംക്ഷയാണ്. ആൾക്കാർക്ക് ഒരു പീപ്പിൾ ആർ ടെൻസ് അബൌട്ട് ദിസ് തിങ്, ദേ വോണ്ട് ചൈൽഡ് ഫാസ്റ്റ്. അപ്പൊ പിന്നെ വി ആർ അമേസ്ഡ്. ഇപ്പൊ 1.5 മാസം ആകുമ്പോഴേക്കും ഓടി വരും, അയ്യോ കുഞ്ഞായില്ല. അയ്യോ കുഞ്ഞായില്ല പറഞ്ഞാൽ അത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡോക്ടറുടെ ചുമതലയാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ. അപ്പൊ എന്താ ഡെഫിനേഷൻ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് അത്. ഇപ്പൊ സാറ് പറഞ്ഞ ഈ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞൊരു ലേബിൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് പോയിന്റ് വരെ ടുവേർഡ്സ് ദ ഫീമെയിൽ ആണ്. ബട്ട് ഐ എം ഷുവർ ഒരു കപ്പിളിൽ ഒരു മെയിലിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, ഒരു ഫീമെയിലിൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. എന്താണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി വരാനുള്ള കാരണം? ഇൻഫെർട്ടിലിറ്റി എപ്പോഴും ഫീമെയിൽസിന്റെ പ്രശ്നം എന്നുള്ളത് ഏറ്റവും വലിയ മിസ്കൺസെപ്ഷൻ. ഫസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫെർട്ടിലിറ്റി ഇൻസിഡൻസ് നോക്കിക്കഴിഞ്ഞാൽ അത് ഈക്വലി ഡിവൈഡഡ് ആണ്. ഒരു 30-33% മെയിൽ പുരുഷവന്ധ്യതയാണ്,
ഒരു 30-33% സ്ത്രീകളുടെ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ബാക്കി 33-ൽ രണ്ടും ഉണ്ട്. അങ്ങനെ ഈക്വലി ഡിവൈഡഡ് ആണ്. Right. ഈവൻ കേരളം പോലൊരു സമൂഹത്തിൽ എപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് സ്ത്രീകളുടെ പ്രശ്നമാണെന്നാണ്. അത് ശരിയല്ല. പുരുഷവന്ധ്യത ഇപ്പോൾ വളരെയധികം കൂടുതലാണ്. എന്തുകൊണ്ട് പുരുഷവന്ധ്യത കൂടുന്നു? ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ പുരുഷവന്ധ്യത പണ്ടും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ബട്ട് ഹിഡൻ അണ്ടർ ദ കാർപ്പറ്റ്. കാരണം ആരും അധികം ആണുങ്ങളോട് ചോദിക്കില്ല കാരണങ്ങളൊന്നും. ഇറ്റ്സ് അസ്യൂംഡ്. അവർക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. ഒരു ഈഗോ പ്രശ്നം. ഈഗോന്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. കാരണം ഇത് ആൾക്കാർക്ക് ചർച്ച ചെയ്യാൻ വളരെ ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. Correct. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കണം. പിരിമുറുക്കം, അതായത് സ്ട്രെസ് ഇപ്പോൾ വളരെ കൂടുതലാണ്. ജോബ് റിലേറ്റഡ് സ്ട്രെസ് വളരെ അധികമാണ്. പ്രത്യേകിച്ചും മിക്കവാറും നമ്മളുടെ ആൾക്കാർ IT അങ്ങനെയുള്ള ഫേംസിലാണ് വർക്ക് ചെയ്യുന്നത്. Right. ഇതിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡോക്ടേഴ്സ് എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യില്ല അവർക്കുള്ള സ്ട്രെസ്. ഫുൾ ടൈം ഇവർ ഈ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ മൊബൈൽസിന് എക്സ്പോസ്ഡ് ആണ്. Right. അവർ തല പോലും ഇങ്ങനെ പൊന്തിക്കില്ല. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദേ സ്പെൻഡ് അവേഴ്സ് ലുക്കിംഗ് അറ്റ് എക്സൽ ഷീറ്റ്സ്. അവർക്ക് ടാർഗറ്റ്സ് ഉണ്ടാവും. ആ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തില്ലാണ്ടെങ്കിൽ അവർക്ക് റെസ്റ്റ് ഇല്ല. Right. വർക്കിംഗ് ഡേയ്സ് ഇൻ എ വീക്ക്. അപ്പൊ ദിസ് എഫക്ട്സ് എ ലോട്ട്. എക്സ്പോഷർ ടു ഇലക്ട്രോണിക് ഡിവൈസസ് എഫക്ട്സ്. മൊബൈലിന്റെ യൂസേജ്, ഈ ലാപ്ടോപ്പിന്റെ യൂസേജ്, ഇത് എഫക്ട്സ്. പിന്നെ സ്ട്രെസ് കാരണം പെർഫോമൻസ് ആങ്സൈറ്റി, അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ. Oh. ഇത് ഏറ്റവും ഒരു അണ്ടർ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈഗോയിന്റെ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, Right. അതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയില്ലാണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഫൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും പുറത്ത് പറയില്ല. അതായത് കാണാനൊക്കെ കറക്റ്റാണ്, ജെന്റിൽമാൻ വിത്ത് കോട്ടൊക്കെ, പക്ഷെ അരക്കെട്ടിന്റെ മീതെ മാത്രമേ അതൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ താഴെയൊക്കെ പലർക്കും അത് പ്രശ്നമുണ്ട്. Right. സ്ട്രെസ് കാരണം വരുന്ന ഇഫക്റ്റ് ആണ്. Right. അപ്പൊ സ്ട്രെസ് കനോട്ട് ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എൻവയറമെന്റൽ പൊല്യൂഷൻ. ഇത് കൗണ്ട്, അതായത് ആണുങ്ങളുടെ കൗണ്ടിനെ നല്ലോണം എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. എൻവയറമെന്റൽ പൊല്യൂഷൻ Sperm നമ്മുടെ count-നെ സ്പേം കൗണ്ടിനെ നല്ലോണം എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. Okay. ഇപ്പൊ അടുത്തന്നെ നാഷണൽ ജിയോഗ്രാഫിക്കില് ഒരു വലിയൊരു സീരീസ് ഉണ്ടായിരുന്നു, സ്പെർമഗെഡോൺ എന്ന് പറഞ്ഞിട്ട്. അതായത് സ്പേം കൗണ്ട് ഇങ്ങനെ കാലങ്ങളോളായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. എൻവയറമെന്റൽ പൊല്യൂഷൻ, ഈ പറയുന്ന നമ്മളിപ്പോ പെസ്റ്റിസൈഡ്സിന്റെ എക്സ്പോഷർ ഒന്നും അധികമില്ല, പക്ഷെ പ്ലാസ്റ്റിക്സ് ആർ വളരെ ഒരു പ്രശ്നമായിട്ടുള്ള സാധനമാണ്. നമ്മൾ അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാസ്റ്റിക്സ്. പിന്നെ ചെറിയ കാര്യങ്ങൾ, അതായത് അമിതവണ്ണം. എത്ര ആണുങ്ങൾക്ക് അറിയാം അമിതവണ്ണം വന്നു കഴിഞ്ഞാൽ കൗണ്ട് കുറയാൻ? ഹൗ മെനി മെയിൽസ് നോ ദാറ്റ് ഒബേസിറ്റി ഓർ റൈസ്? ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഹു ആർ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇരുന്നിട്ടുള്ള ജോലിയാണ്. വ്യായാമം ചെയ്യാന്നുള്ള നമ്മളുടെ കൾച്ചറിൽ അങ്ങനെ പെനിട്രേറ്റ് ഇനി ആയിട്ടില്ല. Right. ഒക്കേഷണലായിട്ട് ജിമ്മിലൊക്കെ പോകുന്നുണ്ടാവും, പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെ വെസ്റ്റേൺ നേഷൻസിലുള്ള മാതിരി ഒരു എക്സസൈസ് കൾച്ചർ ഇനിയും നമ്മളുടെ സൊസൈറ്റിയിലുള്ള ഡെവലപ്പ് ആയിട്ടില്ല. സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പുരുഷവന്ധ്യതയ്ക്ക് അടുത്ത വലിയൊരു കാരണം. അപ്പൊ നല്ലോണം പേഷ്യൻസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ പുരുഷവന്ധ്യതയായിട്ട് അല്ലെങ്കിൽ സ്പേം കൗണ്ട് കുറഞ്ഞതായിട്ട് വരുന്നത്. ആ പേഷ്യൻസിന് നല്ലോണം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. എത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കണോ അത്രയും പുരുഷവന്ധ്യതയ്ക്കും കൊടുക്കേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇപ്പോ നൗ ഇൻ ദിസ് എറ കണ്ടമാനം സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഇസ് റിയലി റാമ്പന്റ്. ഇപ്പൊ കേരള സൊസൈറ്റിയിൽ ഭയങ്കരമായിട്ടുണ്ട്. വളരെ അധികം പ്രശ്നമാണ് സ്മോക്കിംഗ്, ആൽക്കഹോള് ചോദിച്ചിട്ടുണ്ടാണ്. ഇതിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാ ഈ പറഞ്ഞ മാതിരി പേഷ്യൻസ് ഒരു 30 പേഷ്യന്റിനെ ഒരു ദിവസം കണ്ടു എന്നുണ്ടാണ്. അതിലത്തെ 5 പേരും കൂടി സ്മോക്കിങ്ങിനെ ആൽക്കഹോളിനെ കുറിച്ചൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഇല്ല, ഒരു ശനി അല്ലെങ്കിൽ ഞായറാഴ്ച എപ്പോഴെങ്കിലും, അങ്ങനെയുള്ള ഡയലോഗാണ്. ശരിക്കും അതിന്റെ ഉത്തരം കാണണം എന്നുണ്ടാണെങ്കിൽ ആ ഫീമെയിൽ പാർട്ട്ണർ കൂടെ വന്നിട്ടുള്ള ഭാര്യയെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അവർ തലയും താത്തിയിരിക്കും അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറയണ്ടോ, എന്തെങ്കിലും ചോദിക്കണ്ടോ എന്ന് അറിയാൻ വേണ്ടി. വളരെ പ്രശ്നമാണ്. അതും ആൽക്കഹോളിനുള്ള നമ്മളുടെ ഇവിടെ ഒരു ഭയങ്കര ഒരു ശീലമുണ്ട്. പെരുന്നാൾ വന്നു അല്ലെങ്കിൽ ടെമ്പിളിൽ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വന്നു പറഞ്ഞിട്ട് ബിഞ്ച് ഡ്രിങ്കിങ് വലിയ പ്രശ്നമാണ് കൗണ്ടിന്. ഇത് ആണുങ്ങൾക്ക് അറിയുന്ന എനിക്ക് തോന്നുന്നു. ഡ്രഗ്സിനെ കുറിച്ച് പിന്നെ പറയുന്നേ വേണ്ട. കാരണം ഡ്രഗ്സ് ഒരു മെനസ് ആയിട്ട്, എസ്പെഷ്യലി നമ്മളിപ്പോ തൃശ്ശൂർ ഡ്രഗ്സ് ഒക്കെ ഒരു ഭയങ്കര ഒരു പ്രോബ്ലം ആണ്. റിയൽ അൺസ്റ്റേറ്റഡ് പ്രോബ്ലം.
അത് വി ഹാവ് ടു അഡ്രസ്. നമ്മൾ അതിനെക്കുറിച്ച് നേരിട്ട് ഇതുപോലെ സംസാരിച്ച് ആൾക്കാർക്ക് അവയർനെസ് വരുത്തേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. പണ്ട് ഒരു സ്മോക്കിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെ. പക്ഷെ ഇപ്പൊ ഈ ആൽക്കഹോൾ സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് നമ്മൾ പേഷ്യൻസിനോട് ചോദിച്ച് ഇങ്ങനെ ഇതായി. ചാലഞ്ച് അവിടെയല്ല. ചാലഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ദീസ് ആർ ചാലഞ്ചസ്. അതെ. ബട്ട് ദ റിയൽ ചാലഞ്ചസ് ഇൻ ബ്രിങ്ങിങ് അറൌണ്ട് ബിഹേവിയറൽ ചേഞ്ചസ്. അതെ. നമുക്ക് പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഒരു മനുഷ്യന്റെ ഒരു ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ, ആ വരുത്താനാണ് ശരിക്കും ചാലഞ്ച്. അത് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതയിലും വളരെയധികം ഇത്തരത്തിലുള്ള ചാലഞ്ചസ് ഉണ്ട്. ഇപ്പൊ എങ്ങാനും സാറിന്റെ അടുത്ത് ഒരു മെയിൽ പേഷ്യന്റ് ചോദിക്കുന്നു, സാർ എനിക്ക് ആൽക്കഹോൾ നിർത്താൻ പറ്റില്ല, ഒരു മിനിമൽ അതെ. ക്വാണ്ടിറ്റി എത്ര എനിക്ക് കുടിക്കാം ടു പ്രിവെന്റ് സ്പെർം കൗണ്ട് ഓർ ടു ഇംപ്രൂവ് ഓർ മെയിൻറ്റെയിൻ, എന്തായിരിക്കും സാറിന്റെ ഒരു See, alcohol as such, we should not be judgmental. ഒരു Okay. തരത്തിലുള്ള ഡ്രിങ്ക്സ് കഴിക്കാൻ പാടില്ല, വൈൻ കഴിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ഇറ്റ് ഷുഡ് ബി അണ്ടർ കൺട്രോൾ. ദാറ്റ് ഈസ് ദ what you should not be causing a social problem. ഇൻ മോഡറേഷൻ? Yes, in moderation. After drinking alcohol, your wife should not be disturbed about it. It's a simple thing. ഞാൻ അങ്ങനെ പറയാം, നിങ്ങൾ നിങ്ങളുടെ വൈഫിനോട് ചോദിക്കുമോ അതൊരു പ്രശ്നമാണോ എന്ന് പറഞ്ഞിട്ട്. വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. രാത്രി ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം വന്ന് വീട്ടിൽ വെള്ളം ഉണ്ടാക്കി കിടന്ന് ഉറങ്ങുകയാണ് എന്നുള്ളതാണ്. ആൽക്കഹോൾ കഴിച്ചതിന് ശേഷം ഇറ്റ് ഷുഡ് നോട്ട് ബി കോസിങ് യു പ്രോബ്ലംസ് വിത്ത് ഇറക്ഷൻ ആൻഡ് സെക്ഷൽ കോണ്ടാക്ട്. അല്ലേ? അതുപോലെ ബിഞ്ച് ഡ്രിങ്കിങ് പാടില്ല. അല്ലാണ്ട് എപ്പോഴേലും ഒരു വൈൻ കഴിച്ചോണ്ടോ അല്ലെങ്കിൽ ഇത് കഴിച്ചോണ്ടോ ഒന്നുമില്ല. ഓക്കെ. പക്ഷേ പേഷ്യൻസിന് അത് കൊടുത്തു കഴിഞ്ഞാൽ പല വൈഫ്സും വന്ന് പറയും, ഡോക്ടർ പറഞ്ഞു ആൽക്കഹോൾ വലിയ പ്രശ്നമില്ല എന്ന് പറഞ്ഞു, അതോടെ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ആൽക്കഹോളായി എന്ന് പറഞ്ഞു. അതെ. സോ എവറിഥിങ് ഇൻ മോഡറേഷൻ. ദാറ്റ് യു ആർ റൈറ്റ്. എവറിഥിങ് ഇൻ മോഡറേഷൻ ഇസ് ഗുഡ്, ബട്ട് എനിത്തിങ് ഇൻ എക്സസ് ഇസ് ബാഡ്. ദാറ്റ്സ് റിഗാർഡിംഗ് ആൽക്കഹോൾ. But when it comes to drugs, it's an absolute no. Okay. Even smoking is not an absolute requirement, right? അതിന് വലിയ ഒരു ഇതില്ല. ഇറ്റ്സ് ഡെട്രിമെന്റൽ. നമ്മളിപ്പോ ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണ്, ഞാൻ കപ്പിൾസിനോട് പറയും, നിങ്ങളിപ്പോ വന്നിരിക്കുന്ന ചികിത്സിക്കാനാണ്. യു കം ടു ട്രീറ്റ്. നൗ വി ആർ ട്രൈങ് ടു ഐഡന്റിഫൈ എന്തുകൊണ്ടാ പ്രശ്നം എന്ന് പറഞ്ഞു. സോ യു ക്യാൻ സീ ഓൾ ദ ട്രബിൾ സ്പോട്ട്സ് ആൻഡ് ഡീൽ വിത്ത് ഇറ്റ്. That's the type of advice I try and give. It's very difficult. ദിവസം കഴിക്കുന്ന ഒരാളുണ്ട്, നാളെ തൊട്ട് നിങ്ങൾ കഴിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ തല്ലി മാറ്റി പോകും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒന്നും നടക്കില്ല. അതെ. വേറൊരു മിത്താണോ മിസ്കൺസെപ്ഷൻ ആണെന്ന് വെച്ചാൽ, നൗ ഒരു ആൺകുട്ടി ടീനേജ് ആയാൽ ഈ മാസ്റ്റർബേഷൻ തുടങ്ങും. മാസ്റ്റർബേഷൻ ഇൻ ഫ്യൂച്ചർ അതൊരു സ്പെർം കൗണ്ട് കുറയ്ക്കാൻ സാധ്യതയുണ്ടോ? അത് ഓൾമോസ്റ്റ് എല്ലാ കൗണ്ട് കുറഞ്ഞാണെങ്കിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ചോദ്യം ചോദിച്ചിട്ടില്ലാണ്ടാണല്ലോ അവർ പറയും. ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കും കേട്ടോ. ഒരു അസംഷനാണ്, തെറ്റായിട്ടുള്ള അസംഷനാണ്. അത് തെറ്റാണ്. മാസ്റ്റർബേഷനെ കുറിച്ച് നമ്മൾ ഇത്രേ പറയാറുള്ളൂ. അത് നിങ്ങളുടെ കൺഫൈൻഡ് സ്പേസസിന്റെ ഉള്ളിൽ ചെയ്യുന്ന ഹ്യൂമൻ ബിഹേവിയറൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. നിങ്ങൾ കൺഫൈൻഡ് സ്പേസസിൽ ആർക്കും ശല്യമില്ലാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണെങ്കിൽ അതിനെ പറ്റിയൊരു ഗിൽട്ട് തോന്നേണ്ട ആവശ്യമില്ല. അത് കാരണം വേറെയുള്ള ആൾക്കാർക്ക് ശല്യം വരുന്നുണ്ടെങ്കിലാണ് അതിന്റെ പ്രശ്നമുള്ളത്. അത് കാരണം 15 years ഏജിൽ ഏതൊരു യങ് ബോയിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എക്സ്പെരിമെന്റേഷൻ ചെയ്യും. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ എക്സ്പോഷർ ആണ്. ഈ വീഡിയോസിൽ എന്തെങ്കിലും കണ്ടിട്ട് അത് ചെയ്യും. അത് കാരണം 30ാമത്തെ വയസ്സിൽ സ്പെർം കൗണ്ട് കുറയുന്നുള്ളത് തെറ്റാണ്. ദാറ്റ് നെവർ ഹാപ്പൻസ്. ബട്ട് യുവർ ക്വസ്റ്റ്യൻ ഇസ് വെരി റെലവെന്റ്. കാരണം ഇറ്റ്സ് എ വെരി കോമൺ മിസ്കൺസെപ്ഷൻ ആൻഡ് ഓൾമോസ്റ്റ് എവറി മെയിൽ ഹു ഹാസ് ഇൻഫെർട്ടിലിറ്റി ഓർ കൗണ്ട് കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഇതാണ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ബേസിക്കലി ഇപ്പോൾ സാർ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നൗ ഒരു മെയിൽ ജെനിറ്റൽ സിസ്റ്റം അതിൽ എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ ഇങ്ങനത്തെ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് വരാവോ? ഫിസിക്കൽ സിസ്റ്റത്തിൽ ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ഓക്കെ. അതെല്ലാം എടുത്ത് പൊതു ജനങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പക്ഷെ ഞങ്ങൾ ഡോക്ടേഴ്സ് നോക്കുമ്പോൾ പല കാര്യങ്ങളും നോക്കും. ചിലർക്ക് ടെസ്റ്റിസിൽ പ്രോബ്ലം ഉണ്ടാവാം. ചെറിയ കുട്ടിക്കാലത്ത് ഇങ്ങനെ കളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസോ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇഞ്ചുറി വന്നിട്ട് ടെസ്റ്റിസിന്റെ, അതായത് അതുപോലെ ഒണ്ടിവീക്കം മംസ് എന്ന് പറഞ്ഞിട്ടുള്ള അസുഖമുണ്ട്. അത് വന്നിട്ട് ടെസ്റ്റിസിനെ ചിലപ്പോൾ എഫക്ട് ചെയ്യും. ചിലർക്ക് ജന്മനാ ടെസ്റ്റിസ് വയറിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടാവില്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിലൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ. എല്ലാവർക്കും അറിയപ്പെടുന്നതാണ് ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
ആൾക്കാർക്കൊക്കെ തപ്പാൻ ഇഷ്ടമാണ്. വെരിക്കോസീൽ എനിക്കുണ്ടോ എന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് നമ്മൾ. ഈ വെരിക്കോസീൽ എന്ന് പറഞ്ഞാൽ ചോരക്കുഴലുകൾ തടിച്ചിട്ടുള്ളതാണ് വെരിക്കോസീൽ. ഇതില് പ്രോബ്ലം വരുന്ന എവിടെ എന്നുണ്ടെങ്കിൽ സ്ത്രീകളെ എല്ലാവരും നന്നായി പരിശോധിക്കും. പക്ഷെ ആണുങ്ങളെ പരിശോധന ഇത്തിരി കുറവാണ്. ശരിക്കും പറഞ്ഞാൽ വെരിക്കോസീൽ കണ്ടുപിടിക്കാൻ പരിശോധനയോട് കണ്ടുപിടിക്കാം. അതെ. പരിശോധിച്ചിട്ട് ഒരു ഡോക്ടർക്ക് കണ്ടുപിടിക്കാത്ത വെരിക്കോസീൽ ചികിത്സ ഇല്ലാത്ത വെരിക്കോസീലാണ്. ചികിത്സ വേണ്ടാത്ത വെരിക്കോസീലാണ്. പക്ഷെ പലപ്പോഴും എന്താ പറ്റുക, അതായത് പുരുഷന്മാര് ഒരു സ്കാൻ ചെയ്യും, ഡോക്ടർ പറഞ്ഞിട്ടാവാം അല്ലെങ്കിൽ സ്വന്തം പോയി സ്കാൻ ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വെരിക്കോസീൽ ആ സ്കാൻ ചെയ്യണതിന് ഒരു റിപ്പോർട്ടിന്റെ അടിയിൽ എഴുതുന്നുണ്ടാവും വെരിക്കോസീൽ. പിന്നെ നമ്മളുടെ ആൾക്കാർക്ക് അത് മതി, വെരിക്കോസീൽ കാരണം കൗണ്ട് കുറഞ്ഞു. അതെ. അത് പക്ഷേ സത്യമല്ല. നമുക്ക് പരിശോധിച്ചിട്ട് കണ്ടുപിടിക്കാത്ത വെരിക്കോസീലിനെ നമ്മൾ എപ്പോഴും ചികിത്സിക്കേണ്ട ആവശ്യമില്ല. വെറും സ്കാനിങ്ങിൽ കണ്ട വെരിക്കോസീലിന് നമ്മൾ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. വെരിക്കോസീൽ സർജറി ചെയ്തുകൊണ്ട് എല്ലാവരുടെയും കൗണ്ട് നോർമൽ ആയിക്കോളും എന്നുള്ള ധാരണ അത് തെറ്റിദ്ധാരണയാണ്. ആ. അത് ശരിയല്ല. ചിലർക്ക് ഗുണം ഉണ്ടാവാം, പക്ഷെ പലർക്കും ഗുണം ഉണ്ടാവാറില്ല. അതെ. അതുപോലെ വെരിക്കോസീൽ ഉള്ളവർക്ക് സർജറി വേണ്ടി വരും എന്നുള്ളത് തെറ്റാണ്. ഓക്കെ. വെരിക്കോസീൽ സർജറി ചെയ്യാണ്ടിയും വെരിക്കോസീലിന് ഡയഗ്നോസിസ് ഉള്ള പലരും കൺസീവ് ചെയ്യാറുണ്ട്. ഞാനിത് മെൻഷൻ ചെയ്ത് എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അറിയപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണത്. അതെ. നിങ്ങൾ പറഞ്ഞ മാതിരി ഇത് മാസ്റ്റുർബേഷൻ ചെയ്തുകൊണ്ടാണോ കൗണ്ട് കുറഞ്ഞത്, വെരിക്കോസീൽ ഉള്ളതുകൊണ്ടാണ് കൗണ്ട് കുറഞ്ഞത്, ഇതൊക്കെയാണ് ആണുങ്ങൾ ആദ്യം ആലോചിക്കുന്നത്. അതെ. കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കില്ല. ഞാൻ സ്മോക്ക് ചെയ്യണോണ്ടാണോ കൗണ്ട് കുറയുന്നത്, എന്റെ ജീവിതശൈലിയിൽ വല്ല പ്രശ്നങ്ങളുകൊണ്ടാണോ, ഞാൻ വണ്ണം കുറഞ്ഞുകൊണ്ട് എന്റെ കൗണ്ട് അങ്ങനെയല്ല. കൗണ്ട് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ വെരിക്കോസീൽ സർജറി ചെയ്യണം, അങ്ങനെ. അതൊരു ഹ്യൂമൻ ബിഹേവിയറൽ ഇതാണ്. അവർ ഡോക്ടർ ഗൂഗിളിനെ ഫോക്കസ് ചെയ്യും. ഡോക്ടർ ഗൂഗിളാണ് വലിയ പ്രശ്നം. അതായത് ഡോക്ടർ ഗൂഗിളിനുള്ള പലതും എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് പലതും ഒരു സയന്റിഫിക് ഡേറ്റ അല്ല. എന്റെ സ്വന്തം അഭിപ്രായം വേണമെങ്കിൽ ഗൂഗിളിന്റെ മുകളിൽ വരും. ഒരാളുടെ അഭിപ്രായമായിരിക്കും ചിലപ്പോൾ, അതെ. അല്ലെങ്കിൽ ഒരാളുടെ തോട്ട്സ് ആയിരിക്കും. പ്രത്യേകിച്ചിട്ട് ഇപ്പൊ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഇതൊക്കെയാണല്ലോ ഇപ്പൊ എല്ലാവർക്കും. സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വളരെ ഇതാണ്. അതെ. അപ്പൊ അതിനുള്ള നമ്മൾ പിക്ക് ചെയ്യണം. ഐഡിയൽ ആയിട്ട് നമ്മുടെ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ, അതായത് ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായം നോക്കി പിന്നെ ഗൂഗിളിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുക. അല്ലാണ്ട് ആദ്യം ഗൂഗിളിലുള്ള നോക്കിയിട്ട് പോണതിലുള്ള ചെറിയ പ്രോബ്ലംസ് ആണ് അത്. സോ നൗ ഇപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി, ഇപ്പൊ ആണുങ്ങൾക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് ആസ് യു മെൻഷൻ 33% അതെ. they are contributing to this. അതെ. Now rest 33. അല്ല 33 അല്ല, 33 ഉണ്ട്. പിന്നെ കുറച്ച് മിക്സ്ഡ് എന്നും പറഞ്ഞല്ലോ, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി. Yeah. സ്ത്രീകൾക്ക് പ്രശ്നം വരാം. ഇപ്പൊ Right. പറഞ്ഞുകൊണ്ടൊക്കെ ആണുങ്ങളുടെ പ്രോബ്ലം അങ്ങനെയല്ല. ആണുങ്ങളുടെ മുകളിലും ഫോക്കസ് വേണം. Correct. സ്ത്രീകൾക്കും പ്രശ്നം വരാം. Right. ഏറ്റവും വലിയ പ്രോബ്ലം ഇപ്പോ നമ്മളുടെ കേരളത്തിൽ കണ്ടുവരുന്നു, സ്ത്രീകളുടെ ഏജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നതിൽ കുറയുന്നു. ഏജിന്റെ ഇമ്പോർട്ടൻസ്, Right. പ്രായം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി, Correct. ഉൽപാദന ശേഷി നമ്മൾ നോക്കുമ്പോൾ സ്ത്രീകളുടെ പ്രായം വളരെ ഇമ്പോർട്ടൻ്റ്. നമുക്ക് ക്ലിനിക്കലി സർപ്രൈസിങ്, നമുക്ക് വളരെ ഒരു ഇതായി തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വളരെ നല്ല ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന സോഫ്റ്റ്വെയറിലുള്ള ഏറ്റവും ടോപ്പായിട്ട് ഇരിക്കുന്ന ആൾക്കാരായിരിക്കാം, പലരായിരിക്കാം. അവർ ഈ പ്രായം കൂടി പോണത് മറന്നുപോകും. ഇൻ കേരള നമ്മൾ ക്രെഡിറ്റിന് മോസ്റ്റ് ഓഫ് ദ ഗേൾസ് ആർ വെരി എഡ്യൂക്കേറ്റഡ്. നല്ല എഡ്യൂക്കേഷൻ, അവർക്ക് നല്ല നല്ല ജോലികൾ, നല്ല കമ്പനീസിൽ നല്ല പൊസിഷൻ. പക്ഷെ ഈ കാര്യം വരുമ്പോൾ അവരെ പ്രായം കൂടുന്നത്, പ്രായത്തിന്റെ ഇമ്പോർട്ടൻസ് സംഹൗ അതവരെ കിടക്കുന്നില്ല. അതിൽ പലപ്പോഴും ട്രാപ്പിൽ വരുന്ന എവിടെയാ, പുറമെ പോകും, വിദേശത്ത് പോയി അമേരിക്കയിലും യൂറോപ്പിന്റെ സ്ത്രീകളുടെ ഫെർട്ടിലിറ്റി ആയിട്ട് നമ്മളുടെ ഫെർട്ടിലിറ്റി കമ്പയർ ചെയ്യും. പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ, നമ്മളുടെ സ്ത്രീകൾ, ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ സബ് കോണ്ടിനെന്റിലെ സ്ത്രീകൾക്കുള്ള ഉൽപാദനശേഷി അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി അതിന്റെ പീക്ക് 35, 34, 30 ഇടയിലാണ്. ഫോർ എക്സാമ്പിൾ US-ലോ അല്ലെങ്കിൽ യൂറോപ്പിലോ 40 വയസ്സിലോ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നതൊക്കെ വളരെ കോമൺ ആയിട്ട് കാണാം. പക്ഷെ നമ്മളുടെ സ്ത്രീകളുടെ ഉൽപാദനശേഷി അങ്ങനെയല്ല. നമ്മളുടെ ഫെർട്ടിലിറ്റി ഇത്തിരി വ്യത്യാസമുണ്ട്. അത് എന്റെ ഓൺ അഭിപ്രായമല്ല, ഇത് സ്റ്റഡീസിൽ പ്രൂവൻ. അതായത് ഫെർട്ടിലിറ്റി ഇതാണ്. ആ ഫെർട്ടിലിറ്റിയെ പറ്റിയിട്ടുള്ള അവയർനെസ് കുറയുന്നതുകൊണ്ട് പലർക്കും വളരെ പ്രോബ്ലംസ് വരുന്നത്. അവരൊരു ദിവസം ഒരു 38-39 വയസ്സാകുമ്പോൾ ഇനി ഞങ്ങൾ റെഡിയായി, ഫിനാൻഷ്യലി സെറ്റിൽ ആണ്, ഇനി ഒരു കുഞ്ഞാവാന്ന് പറയുമ്പോൾ അവരുടെ ശരീരം അതിന് വേണ്ടിയിട്ട് സമ്മതിക്കുന്നില്ല. When the mind is ready, the body
is somehow not in a position to respond. Right. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഓവേരിയൻ റിസർവ് അല്ലെങ്കിൽ ഉൽപാദന ശേഷി ഓവറിലുള്ള നോക്കുമ്പോൾ ഈ ഓവേരിയൻ റിസർവ് കുറഞ്ഞു കാണാൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. Okay. പിന്നെ അസുഖങ്ങളുണ്ട്. സ്ത്രീകൾക്ക് വരാന്നുള്ള ചില പ്രത്യേക, എല്ലാവരും കേട്ടിട്ടുണ്ടാവും എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞുള്ള അസുഖം. ഇതൊരു സ്ത്രീയുടെ ഉൽപാദന ശേഷി കുറയ്ക്കുന്നതാണ്. അതുപോലെ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം, PCOD ഇപ്പൊ അറിയാത്ത ആരുമില്ല. Correct. പെൺകുട്ടികൾ തൊട്ടിട്ട് എല്ലാവരും ഇപ്പോൾ, കാരണം ഡയഗ്നോസ്റ്റിക്സ് ഇതൊക്കെ എവിടെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും, അതായത് കണ്ടുപിടിക്കാൻ പറ്റും, അതൊക്കെ നമ്മൾ എക്സലന്റ് ആണ്. പോയി സ്കാൻ ചെയ്യാൻ 5 മിനിറ്റേ എടുക്കുള്ളൂ. വേഗം പോയി സ്കാൻ ഒക്കെ ചെയ്യുക, വർഷത്തിലൊരിക്കൽ ആനുവൽ ചെക്കപ്പ് ചെയ്യുക. അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഡയഗ്നോസ്റ്റിക്സിൽ പെടും. ഫൈബ്രോയിഡ്സ്, എൻഡോമെട്രിയോസിസ്, പോളിസിസ്റ്റിക് ഓവറി, ഓൾ ദീസ് തിങ്സ് ആർ ഓഫൻ ഡയഗ്നോസ്ഡ്. Right. ആൻഡ് ദെൻ പിന്നെ നമ്മൾ അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് ചെയ്യണം. Right. പക്ഷെ ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇവിടെ പലപ്പോഴും വി ആർ മിസ്സിംഗ് ദ ബസ്. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ഐഡിയൽ ഫെർട്ടൈൽ ടൈം? ഒരു വുമണ് what would be the age limit they should consider if they want to have a child? See, it's difficult nowadays to convince a girl to conceive between 25 to 30, right? It's difficult. ഒന്നാമത്തെ ബുദ്ധിമുട്ടാണ്. 25-30 ഒന്നാമത്തെ പ്രാവശ്യം ഫസ്റ്റ് എന്താ, കല്യാണം കഴിക്കാൻ സമയം വൈകുന്നു. ലേറ്റ് മാരേജസ്, കുറച്ച് ജോലിയൊക്കെ ആയി കുറച്ച് കഴിഞ്ഞ ശേഷം കല്യാണം കഴിക്കാം. 25 to 30 ഒക്കെ ആകുമ്പോൾ ഫെർട്ടിലിറ്റി ഒരുമാതിരി നല്ലതായിട്ടിരിക്കുന്ന സമയമാണ്. 30 to 35 വരെ പോവാം. 35 കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയമാണ്. സോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ 25 to 30 ഒരു നല്ല സമയമാണ്. 30 to 35 കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പൊ റിയാലിറ്റി, അതായത് ശരിക്കും നടക്കുന്നത് നമ്മളിപ്പോ കാണുന്നത് 28 വയസ്സ് 29 വയസ്സ്, ദാറ്റ്സ് ദ ബെസ്റ്റ് കേസ്. നമ്മളവിടെ പീപ്പിൾ ആർ സോ ലിറ്ററേറ്റ്, അവർ അത്രയും പഠിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ മുമ്പത്തെ മാതിരി 20 വയസ്സ് 25 വയസ്സിനുള്ള ബ്രാക്കറ്റിൽ വരുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ ബേസിക്കലി ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സൈഡ്, ഇപ്പോൾ എനിക്ക് 2 പെൺകുട്ടികളാണ്. വൺസ് ദേ ബിക്കം 20, തിങ്സ് ആർ ഗോയിങ് ടു ചേഞ്ച്. കറക്റ്റ്. ഇപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ മക്കളെ ഞാൻ കൗൺസിൽ ചെയ്യേണ്ടത്? ദാറ്റ് see, you'll have to get married between this, because ഇപ്പോൾ എല്ലാം പെൺകുട്ടികൾക്ക് a good job, settle ആയിട്ട് മതി കല്യാണം, things are going that way. സാറുടെ ഒരു കൗൺസിലിംഗ് രീതി എന്തായിരിക്കും? I'm sure my viewers also want to know. No, definitely ഇത് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ, ബിക്കോസ് കൺസേൺ അല്ല, ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺസേൺ ആസ് എ ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ദാറ്റ് ബൈ ദ ടൈം, അതായത് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുമ്പോഴേക്കും സമയം വൈകി പോകണു എന്നുള്ള എന്റെ മാറ്റർ ഓഫ് കൺസേൺ. പക്ഷെ ഈക്വലി യങ് ഗേൾസിന് പെട്ടെന്ന് കല്യാണത്തിന്റെ പ്രഷർ വരുന്നു ഇസ് ഓൾസോ എ മാറ്റർ ഓഫ് കൺസേൺ ഫോർ ദം. സോ യു നോ, ആസ് പേരൻസ് വാട്ട് ഇസ് ടു ബി ഡൺ ഈസ് ടു മേക്ക്, അതായത് പെൺകുട്ടികൾക്ക് അവരുടെ ബയോളജിയെ പറ്റിയിട്ട് ഒരു അവയർനെസ്, അതായത് ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. ആൻഡ് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ ബെസ്റ്റ് അതാണ്. ആൻഡ് ലീവ് ദം ടു ഇൻഡിപെൻഡന്റ് അവരുടെ ജഡ്ജ്മെന്റ് ഡിസിഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അത് കൊടുക്കുക. അഡ്രസ് ദെയർ ക്വസ്റ്റ്യൻസ്, അവർ കുറെ കാര്യങ്ങൾ ചോദിക്കും. ആൻഡ് നവഡേസ് യങ് ഗേൾസ് ചോദിക്കുന്ന ഒരു ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, കല്യാണം കഴിക്കാണ്ട് ഞങ്ങൾക്ക് ഈ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അഡ്രസ് ചെയ്തുകൂടാന്ന് പറഞ്ഞു. ഇത് വളരെ കോമൺ ആണ്. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ കാണുന്നത്, കല്യാണം കഴിയാത്ത യങ് പെൺകുട്ടികള് IT ഫേംസും അവിടെയും ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവര് എഗ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വരും. യെസ്, ദാറ്റ്സ് എ ബിഗ് ട്രെൻഡ് നൗ. അതായത് അബ്രോഡ് there are many സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് വിച്ച് പ്രൊമോട്ട് ദീസ് തിങ്സ് ലൈക്ക് എഗ് ഫ്രീസിങ്. ദാറ്റ് ഈസ്, കല്യാണം കഴിക്കണ്ട, ഈ പ്രായമാകുമ്പോൾ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ എഗ്സ് ഒക്കെ ഫ്രീസ് ചെയ്ത് വെച്ചോ, അപ്പൊ പിന്നെ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണം കഴിച്ചു കഴിഞ്ഞാലും പ്രായത്തിന്റെ പ്രശ്നം വരില്ലല്ലോ. ഒരു 30ാമത്തെ വയസ്സിൽ എഗ് ഫ്രീസ് ചെയ്തു എന്നുണ്ടെങ്കിൽ 38 വയസ്സിൽ കല്യാണം കഴിച്ചാൽ എഗിന്റെ പ്രായം 30 വയസ്സിന്റെ ആയിരിക്കില്ലേ. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് കുഡ് ബി ഡിസ്കസ്ഡ് വിത്ത് ഗേൾസ് ആൻഡ് ദിസ് തിങ്. ആൻഡ് ദോസ് ഹു ആർ നോട്ട് അറ്റ് ഓൾ ഇൻ ദ ഗ്രൂപ്പ് ടു ഗെറ്റ് മാരീഡ് ആൻഡ് ദിസ് തിങ്, വി ഷുഡ് റെസ്പെക്ട് ദെയർ ചോയ്സസ്. ഇതിൽ വേറൊരു പ്രോബ്ലം വരുന്നതാണ്, ഞാൻ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ അമ്മമാര് പെൺകുട്ടികളെ കൊണ്ടുവരും, ഡോക്ടറെ ഒന്ന് പറഞ്ഞു കൊടുക്കണം കല്യാണം കഴിക്കാൻ. പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടുത്തേക്കുള്ള ലാസ്റ്റ് വിസിറ്റ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ അവർ തിരിച്ചു വരില്ല. അതായത് നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് നോട്ട് അക്സെപ്റ്റബിൾ എനിമോർ. സോ ഈ യങ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഗേൾസ് യു ഷുഡ് അവരോട് പറഞ്ഞു കൊടുക്കണം. പക്ഷേ അങ്ങനെയാണ് ആസ് എ ഡോക്ടർ ഞാൻ അങ്ങനെ എക്സ്പീരിയൻസസ് പറയും.
അതായത് കുറച്ചാൾ വന്നു, അവർക്കത് പിന്നെ കുഞ്ഞ് വേണമെന്ന് തോന്നും. കാരണം ആ ഇൻസ്റ്റിങ്ക്ട് സെറ്റ് ഇൻ ചെയ്യും. ഇപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഒരു കുഞ്ഞ് വേണ്ട എന്നുള്ളൊരു നോം ഒന്നും ആയിട്ടില്ല. നമ്മുടെ Right. സൊസൈറ്റി അത്രയ്ക്ക് ഇവോൾവ് ആയിട്ടില്ല. വി ഡു ഹാവ് ഇൻസ്റ്റിങ്സ് ടു ഹാവ് ചിൽഡ്രൻ. സോ ഇറ്റ് ഷുഡ് നോട്ട് ബി ലേറ്റ്. അപ്പൊ Right. ഇങ്ങനെ ചെയ്യാം. ഓപ്ഷൻ പ്ലാൻ ബി ഇങ്ങനെയൊക്കെ ചെയ്യാം. ഈ ഫ്രീസിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ അവരുടെ മൈൻഡിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇവോൾവിംഗ് ഓർ ഡെവലപ്പിംഗ് സൊസൈറ്റിയുടെ ലക്ഷണമാണ്. ഇപ്പൊ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും പ്രോബ്ലംസ് മനസ്സിലായി. നൗ സാറിന്റെ അടുത്ത് ഒരു കപ്പിള് വരാണ്. ഐ എം ഷുവർ ദേ ആർ വറീഡ്, ദേ ആർ സ്കേർഡ്. എന്തായിരിക്കും സാറിന്റെ ഒരു സ്റ്റെപ്പ് വൈസ് അപ്രോച്ച് ആൻഡ് ഏത് കപ്പിളിന് ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം? സ്റ്റെപ്പ് വൈസ് അപ്രോച്ച്, കപ്പിൾ വരികയാണ്, ഇൻഫെർട്ടിലിറ്റി കുഞ്ഞായിട്ടുള്ള തന്നെ മാക്സിമം സമയം കൊടുക്കുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂവിനാണ്. ഫസ്റ്റ് ഇന്റർവ്യൂവിൽ നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യും രണ്ടുപേരും കൂടി ഒരുമിച്ച് വരണം. ആ പാറ്റേണിൽ എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും എന്താ പറ്റുക, മദർ ഇൻ ലോ അല്ലെങ്കിൽ മദർ അത്തരത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ ഒരിക്കലും എൻകറേജ് ചെയ്യില്ല. ഓൾവേസ് ദ ഫസ്റ്റ് ഇന്റർവ്യൂ ഇസ് ദ ബെസ്റ്റ് ഇന്റർവ്യൂ. ആൻഡ് ഈ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ you are invariably likely to arrive just by talking to them at what may be the cause for infertility and what may be your solution. You have to spend time. അവരോട് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം. മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കണം. ഞാൻ ഈ പറഞ്ഞ മാതിരി സെക്ഷൽ ഹിസ്റ്ററിയെ കുറിച്ച് ചോദിക്കണം, അവരുടെ സെക്ഷൽ ഹാബിറ്റ്സ്. നമുക്ക് അതിശയപ്പെട്ടു പോകും. അതായത് ഇത്രയും യൂട്യൂബ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, ഇതൊക്കെ കാണുന്നുണ്ടാവും. പക്ഷെ നോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു പുരുഷനും സ്ത്രീ നമ്മൾ എങ്ങനെ വേണം എന്നുള്ളത് അറിയാത്ത ആൾക്കാർ ഈ ലോകത്തിൽ നിറച്ചുണ്ട്. എന്നാൽ അവർക്കത് ചോദിക്കാനുള്ള മടിയാവും. അത് ഭയങ്കരമാണ്. ആ ഹിസ്റ്ററി അവരിൽ നിന്ന് എടുക്കണം. കാരണം പലപ്പോഴും നമ്മൾ തെറ്റിപ്പോവും. ഞാൻ കണ്ടിട്ടുണ്ട് 4-5 IVF-ഉം അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ഒരു പ്രാവശ്യം പോലും ശാരീരിക ബന്ധം ഇല്ലാണ്ടുള്ള ആൾക്കാർ, അതായത് നോർമൽ ഫിസിക്കൽ കോണ്ടാക്ട് ഒരു പ്രാവശ്യം പോലും ഇല്ലാണ്ട് കുറെ IUI, കുറെ IVF ഇതൊക്കെ കഴിഞ്ഞു. അപ്പൊ അവരെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ്. അതുപോലെ ചെറിയ കാര്യങ്ങൾ, അതായത് ഈ ഡിവൈസസിനോട് നമ്മൾ എത്ര എക്സ്പോഷർ ഉണ്ട്, ഉറക്കം. നമ്മൾ ഈ ഉറക്കത്തിനെ പറ്റിയിട്ടൊന്നും നമ്മൾ വിചാരിക്കും വന്ധ്യതയും ഈ കുട്ടികളില്ലാത്ത ഉറക്കമായിട്ട് എന്താ ബന്ധമുണ്ട്. ഇഫ് യു ഡോണ്ട് സ്ലീപ് വെൽ ഇറ്റ് എഫക്ട്സ് ദ ഹോർമോൺസ്, പീനിയൽ ഗ്ലാൻഡ്, മെൻസ്ട്രൽ സൈക്ലിസിറ്റി, ആർത്തവത്തിന്റെ ക്രമം തെറ്റും. ഇത് തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാ ഓവുലേഷൻ, അണ്ടോൽപാദനം ശരിക്കായിട്ടുണ്ടാവില്ല. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ, എത്ര ടൈം കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഉറക്കം ശരിയാണോ, കഴിക്കുന്ന ഭക്ഷണ രീതി എങ്ങനെയാണ്, വ്യായാമം, ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഫസ്റ്റ് ഇന്റർവ്യൂ പലപ്പോഴും നമുക്ക് ഒരു ഐഡിയ തരും എവിടെയായിരിക്കാം പ്രശ്നം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഈ നമ്മൾ എങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടത്, ഡിപ്പെൻഡിങ് അപ്പോൺ ആ ഇന്റർവ്യൂവിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ. പിന്നെ ഏറ്റവും വേണ്ടത് എക്സാമിനേഷൻ ആണ്, പരിശോധന. ഇന്നത്തെ കാലത്ത് ആ സ്കാനർ ഈ സ്കാനർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏറ്റവും മറന്നു പോണത് പേഷ്യന്റിനെ പരിശോധിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു പുരുഷന്മാരുടെ എക്സാമിനേഷൻ പലപ്പോഴും വിട്ടുപോകും. അത് മാൻഡേറ്ററി ആണ്. പുരുഷന്മാരുടെ അതേ സ്ത്രീകൾക്കും അതെ, ബേസിക് പരിശോധന. അതിന് വലിയ ഇതൊന്നും ആവശ്യമില്ല. അവിടെ കഴിഞ്ഞാൽ കുറച്ചും കൂടി റിസൾട്ട്സ് കിട്ടും. പിന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് സെമന്റെ കൗണ്ട് അതൊരു ഡോക്യുമെന്റ് ആണ്. പരിശോധന കഴിഞ്ഞാൽ സെമൻ കൗണ്ട്. പുരുഷന്മാർക്ക് ടെസ്റ്റുകൾ കുറവാണ്. സെമൻ കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടു, സപ്പോസ് there is something wrong with semen count, it is only then that we have to proceed very much further. അഥവാ നമ്മൾ നല്ല ഹിസ്റ്ററി എടുത്തിട്ട് അവർ നമ്മളുടെ ഫിസിക്കൽ കോണ്ടാക്ട് ഒന്നും പ്രോബ്ലം ഇല്ല, സെമൻ കൗണ്ട് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു മാർക്കറാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാലാണ് പിന്നെ നമ്മൾ ഹോർമോൺസ് ചെക്ക് ചെയ്യാൻ പോകും, അങ്ങനെ ഫർദറായി. അതുപോലെ തന്നെ സ്ത്രീകൾക്കും അതെ. ഹിസ്റ്ററി കഴിഞ്ഞതിന് ശേഷം, അതായത് പരിശോധിച്ചിട്ടും ചോദിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ സ്കാനിങ് അത്തരത്തിലുള്ള ടെസ്റ്റിലേക്കൊക്കെ പോകണം. ഞാൻ ഈ സംസാരത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഇത് ഈ ഇത്രയും ബേസിക് കറക്റ്റായി ചെയ്തു അവരുടെ പ്രശ്നത്തിന് നമ്മളൊരു കൺസേൺ കാണിച്ചു എന്നുള്ളതാണെങ്കിൽ വളരെ വ്യത്യാസം വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് കൃഷ്ണൻകുട്ടി സാറിന്റെ കൂടെയാണ്. കുറെ പേഷ്യൻസ് ഉണ്ട്, അവര് 13 കൊല്ലം കല്യാണം കഴിഞ്ഞിട്ട്, 14 വർഷം കല്യാണം കഴിഞ്ഞിട്ട് വെറും വന്ന 5 മിനിറ്റ് സാറിന്റെ അടുത്ത് സംസാരിച്ച് പോയി കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലെത്തി കഴിയുമ്പോഴേക്കും അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും ഞങ്ങൾക്കൊക്കെ ശരിയായിട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് തോന്നുന്നത് അത്ഭുതമാണ്. അതല്ല, ഇറ്റ്സ് ദ പവർ ഓഫ് ദ മൈൻഡ്.
ആൻഡ് ദ കോൺഫിഡൻസ്. നമ്മൾ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഈ ഒരു സംസാരത്തിന്റെയും ആ പേഷ്യന്റിന്, കാരണം ഇവര് കപ്പിൾ ബ്രോക്കൺ ഡൗൺ ആണ്. നമ്മൾ ആ തോട്ട് പ്രോസസ്സ് വരണം. ഒരു 5 വർഷം കുട്ടികളായില്ല എന്നെങ്കിൽ അവർക്ക് വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ട്രിമെൻഡസ് ആണ്. അവർ ബ്രോക്കൺ ഡൗൺ ആണ്. നമ്മൾ അവരുടെ സ്ഥാനത്ത് ഇരുന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. അതായത് അവരുടെ വീട്ടിൽ എങ്ങനെയായിരിക്കും അന്തരീക്ഷം എന്ന്. ആകെ ഇരുട്ട് പോലെ എങ്ങനെ ഇപ്പൊക്കെ നമ്മുടെ വെർട്ടിക്കൽസ് അല്ലേ, ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരും, വൈഫ് ജോലി കഴിഞ്ഞ് വരും. അപ്പൊ രാത്രിയാകുമ്പോൾ രണ്ടുപേരും ക്ഷീണിച്ചിട്ടാണ്. ഇങ്ങനെ ഒരു പ്രശ്നം കൂടി അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണെങ്കിൽ വേഗം കിടന്ന് ഉറങ്ങാനല്ലേ നോക്കുള്ളൂ. അതും സങ്കടപ്പെട്ടിട്ട് ഉറങ്ങാൻ നോക്കും. അപ്പൊ എന്താ പറ്റുക, ഉറക്കാൻ ശരിയാവില്ല. അപ്പൊ ഇതൊക്കെ ഒരു സീക്വൻസ്, ഇറ്റ്സ് എ സീക്വൻസ് ഓഫ് തിങ്സ്. സോ വി ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ദിസ് ആൻഡ് ദെൻ ആസ് വി ഗോ ഓൺ ദ ജേർണി നമുക്ക് ഓരോരോ ടെസ്റ്റ് ആഡ് ചെയ്ത് വരും. അപ്പൊ ഇനീഷ്യലി നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതായത് ഇമോഷണൽ കണ്ടന്റ് കാരണവും ലൈഫ് സ്റ്റൈൽ കാരണമുള്ളവരൊക്കെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ, സ്കാനിങ് കഴിഞ്ഞാൽ നമുക്കറിയാം ഫൈബ്രോയിഡ് ഉണ്ട്. നമുക്ക് ഫോക്കസ് ഏരിയ കിട്ടും. സ്ത്രീകളുടെ മുകളിൽ ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ പുരുഷന്റെ മുകളിൽ ഫോക്കസ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന് ഞാൻ എപ്പോഴും പറയും ഇറ്റ്സ് എ സ്റ്റെപ്പ് ലാഡർ അപ്രോച്ച്. സ്റ്റെപ്പ് ലാഡർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു കോണി കയറുന്ന പോലെ നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. അതാണ് എപ്പോഴും വിജയിക്കുക. പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും, അതായത് അതിന് ഇന്ന സാധനത്തിന് ഇന്ന സൊല്യൂഷൻ. പറഞ്ഞ ഒരു പുരുഷന്റെ ബീജം ഇല്ല എന്നാണെങ്കിൽ അയാൾക്കൊരു സൊല്യൂഷൻ അത് പക്ഷേ ഒരു 5% ആൾക്കാർക്ക് ഉണ്ടാവും. പലർക്കും നമ്മൾ ഈ കോണി കയറുന്ന പോലെ സ്റ്റെപ്പ് ലാഡറിൽ കയറിയ ഇടയിൽ വെച്ചിട്ട് എവിടെയെങ്കിലും നമ്മൾ സൊല്യൂഷനിൽ വി റീച്ച് അറ്റ് സൊല്യൂഷൻ. ഇപ്പൊ സാറ് പറഞ്ഞു, ഡോക്ടർ കൃഷ്ണൻകുട്ടി പറഞ്ഞു, നൗ ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ഒരു എംപത്തി, കൗൺസിലിംഗ്, giving confidence to the patient, സാറുടെ ഒരു ഫീൽഡ്? You cannot underestimate the importance of that. ഞാൻ പറയട്ടെ, നമ്മളൊരു കപ്പിളിന്റെ കൂടെ ഒരു 6 വർഷം 7 വർഷം കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ഹസ്ബൻഡും വൈഫിന്റെയും കൂടി ഇരുന്ന് കഴിഞ്ഞിട്ട് യു ജസ്റ്റ് അവരോട് ഒരു 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, 5 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്ന് ശ്രദ്ധിച്ച് അവരെ നോക്കിക്കഴിഞ്ഞാൽ, ഐദർ ഇഫ് യു ആർ ടോക്കിംഗ് വിത്ത് ദം ജെന്യുവൻലി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വന്ന ഉടനെ തന്നെ നമ്മൾ ചികിത്സ പറ്റിയിട്ട് പറയാന്നുള്ളതല്ല കേട്ടോ. അവരുടെ പ്രശ്നങ്ങളും അവർക്കുള്ള ബുദ്ധിമുട്ടും ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ വൈഫിന്റെ കണ്ണില് അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ കണ്ണില് നമുക്ക് ടിയേഴ്സ് കാണാം. കണ്ണിന്ന് ഇങ്ങനെ ഇവിടാന്ന് വെള്ളം വന്നിട്ടാണെങ്കിലും ചോക്കണതെങ്കിലും കാണാം, ഡെഫിനറ്റ്. അതിൽ നമ്മളൊരു 5 മിനിറ്റ് അവരോട് സംസാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ കുഴപ്പമുണ്ടാവില്ല, ശരിയാവും, അങ്ങനെ ഒരു അഷ്വറൻസ് അവർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഇറ്റ്സ് ബാറ്റിൽ ഹാഫ് വൺ. അപ്പൊ ഞാൻ അങ്ങനെ സാറിന്റെ പേര് പറയാം, ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ നമ്മൾ എപ്പോഴും സീനിയേഴ്സിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ മെന്റേഴ്സിന്റെ കൂടെ കണ്ട് ചില കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യുമല്ലോ. സോ ദീസ് ആർ ഫ്യൂ തിങ്സ് പീപ്പിൾ ഹു സക്സീഡ്. ദിസ് ഇസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് എംപത്തിയുടെ cannot be underestimated. ദാറ്റ് ഗോസ് വിത്ത് എ കാവിയേറ്റ്. അതായത് ഇപ്പൊ അത് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യങ്ങൾ ശരിയാവില്ല. അതായത് ഒരു പേഷ്യന്റിന്റെ മുഖം തട്ടിയിട്ട് ഒക്കെ ശരിയാവെന്ന് പറഞ്ഞ് വിട്ടുകൊണ്ട് കാര്യമാവില്ല. അതിന് വേണ്ട കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും നമ്മുടെ അടുത്ത് വേണ്ട സ്ഥാനം ഇതൊക്കെ വേണം. പക്ഷേ വെർ യു സ്റ്റാർട്ട് ഇസ് ഹൗ ഫാർ യു ഗോ. നമ്മൾ തുടങ്ങണ അനുസരിച്ചിരിക്കും നമ്മളുടെ യാത്ര എത്ര ദൂരം നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്, പേഷ്യന്റ് എത്ര കാലം നമുക്ക് ഹോൾഡ് ചെയ്യാം. അപ്പൊ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടൻസ് ഓഫ് എംപത്തി കനോട്ട് ബി അണ്ടർ എസ്റ്റിമേറ്റഡ്. എസ്പെഷ്യലി ഇപ്പൊ ഹെർണിയ പോലെയോ അല്ലെങ്കിൽ ഒരു ട്യൂമർ പോലെയല്ല. ഹെർണിയ സർജറി ചെയ്യണം, ഇവിടെ അതല്ലല്ലോ. ദിസ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. So would you call a successful practitioner is someone who's got knowledge, time and empathy? Oh, definitely. Yes. Knowledge, time, empathy and knowledge ellam in equal proportion. Okay. You start well and you proceed well. Right. So that's very important. And offer the right solutions to the right person. Genuine solutions. Oru sanam venam. Genuine and in infertility bound by strong ethics. Ethics എന്നുള്ള വാക്കില്ലേ, അത് ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസിനുള്ള I see it as something that's very important. ഇപ്പൊ സാർ ഒരു വാക്ക് മെൻഷൻ ചെയ്തു, ഫുഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഇംപ്രൂവ് ഫെർട്ടിലിറ്റി. എല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ കണ്ടുമാനം സൂപ്പർ ഫുഡ്സ്, ബെസ്റ്റ് ഫുഡ്സ് ടു ഇംപ്രൂവ് യുവർ ഫെർട്ടിലിറ്റി. സാറിന്റെ ഒരു ജെന്യുവിൻ അപ്രോച്ച് എന്തായിരിക്കും? വാട്ട് ക്യാൻ സമ്മൺ ഈറ്റ്? അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരിക്കലും ഇൻഫെർട്ടിലിറ്റി ലേബൽ വന്നു കഴിഞ്ഞാൽ അതൊരു പ്രൈവറ്റ് പ്രോബ്ലം അല്ല, ഇത് ബിക്കംസ് പബ്ലിക് ഇഷ്യൂ ആണ്. അപ്പൊ എന്താ, എല്ലാവർക്കും ഒരു അഭിപ്രായം ഉണ്ടാവും. മീൻ തരാൻ വരുന്ന ആൾക്കും അഭിപ്രായം ഉണ്ടാവും. അയാൾ ചിലപ്പോ പറയും ഞണ്ടിറച്ചി കഴിച്ചിട്ടാണെങ്കിൽ നല്ലതാണ്, ഞണ്ട് നല്ലതാണ്, അയാളുടെ മീൻ വിൽക്കാൻ നോക്കും.
correct. അതുപോലെ എല്ലാവരും പറയും ജീരകവെള്ളം നല്ലതാണ്. ആ പേഷ്യൻസ് എല്ലാവരും വന്നിങ്ങനെ ചോദിക്കും, അതായത് എന്ത് കഴിച്ചാലാണ് ഇപ്പോ ഇതിന്. അപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഒന്ന്, ഫസ്റ്റ് ഈസ് ആന്റി ഓക്സിഡൻസ്. ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് സാധനം. സ്മോക്കിംഗ് ആയാലും എൻവയറമെന്റൽ പൊല്യൂഷൻ ആയാലും എന്തായാലും ശരീരത്തിന്റെ മുകളിൽ അസുഖങ്ങൾ, അതൊക്കെ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകും. Okay. അപ്പൊ ആന്റി ഓക്സിഡൻസ് റിച്ച് ഫുഡ്. ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്കറികൾ നമ്മൾ പറയും. ഞാൻ പറയാറുണ്ട്, നമ്മുടെ എല്ലാ വീട്ടിലും മുരിങ്ങ ഉണ്ടാവും. മുരിങ്ങ ഒരു സൂപ്പർ ആന്റി ഓക്സിഡന്റ് ആണ്, മുരിങ്ങ കഴിക്കാം. അതുപോലെ റെഡ് കളറിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്. അതിൽ അർജിനിൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഈ തണ്ണിമത്തൻ, മാതളനാരൻ, ഗുഡ് ആന്റി ഓക്സിഡന്റ്. അതുപോലെ പൾസസ്, ലെഗ്യൂംസ്, ഇതൊക്കെ ഗുഡ് ഫുഡാണ്. Right. അതുപോലെ സ്മോൾ ഫിഷ്, ചെറിയ മീൻ, ഇതൊക്കെ നല്ല ഫുഡാണ് കഴിക്കാൻ പറ്റുന്നത്. ലീഫി വെജിറ്റബിൾസ്, ഈ പറഞ്ഞ മാതിരി ആന്റി ഓക്സിഡന്റ് റിച്ച് ഫുഡ്. പിന്നെ വേറൊരു സെക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഫുഡ്, വണ്ണം കുറയ്ക്കാനുള്ള ഫുഡ്, അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം. അവർ ഈ വറുത്ത സാധനങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്സ് കുറയ്ക്കണം. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യും, മാർക്കറ്റിൽ പോയി നമ്മളൊരു സാധനം അവിടെ നിന്ന് എടുക്കുമ്പോൾ അതിനുള്ള നമ്മൾ ആഡഡ് ഷുഗർസ് നോക്കാം. ഏത് സാധനവും നമ്മൾ ലേബിൾസ് വായിക്കാൻ പഠിക്കും. നമ്മൾ എവിടെ നോക്കാറുണ്ട് എപ്പോഴും. നമ്മൾ എന്ത് ബിസ്ക്കറ്റ് എടുക്കുമ്പോഴും എന്ത് സാധനം എടുക്കുമ്പോഴും വി ഷുഡ് ലേൺ ടു സീ അതിനുള്ള എന്താ ക്യാച്ച് ഉള്ളതാണ്. Right. ആഡഡ് ഷുഗേഴ്സിനടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം. 28 ഗ്രാം, 20 ഗ്രാം, ഇതൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക്, നമ്മൾ വലിയ ന്യൂട്രീഷനിസ്റ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. Right. We should learn to identify foods that are diet traps. വറുത്ത ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്. അപ്പൊ അങ്ങനെ ഒരു സാധനമല്ല. അപ്പൊ മാസത്തിൽ ഒരിക്കലും പോയി ഇപ്പൊ ഒരു എന്തെങ്കിലും ഒരു ചിക്കൻ കഴിച്ചു, ഫ്രൈഡ് ചിക്കൻ കഴിച്ചു, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഡു ഡാമേജ്. പോർഷൻ കൺട്രോൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയുന്നതാണ്, ലേബിൾ വായിക്കണം. പോർഷൻ കൺട്രോൾ വേണം. നമ്മൾ എത്ര കഴിക്കണം അതിന്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ വേണം. അതൊക്കെയാണ് നമ്മൾ വിട്ടുപോണത് പലപ്പോഴും. നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡിലേ കഴിക്കുക. റോ ധാന്യങ്ങൾ എന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ ഓൾമോസ്റ്റ് മറന്നു പോയ പോലെയല്ല. നമുക്കെല്ലാം അങ്ങനെ പ്രോസസ്ഡ് ആയിട്ട് വേണം എന്ന് വിചാരിച്ചാൽ നമ്മൾ ഇടയ്ക്ക് പോയി ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നല്ല. ഇപ്പൊ ചോദിക്കുമ്പോൾ പറഞ്ഞ ഡോക്ടർ എന്താ പറഞ്ഞത്, KFC, ഫ്രൈഡ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞത്, അത് ഇൻ മോഡറേഷൻ. യു ഷുഡ് ഹാവ് പോർഷൻ കൺട്രോൾ. വണ്ണം കൂടണ്ടെന്ന് പറയേണ്ടതാണെങ്കിൽ വണ്ണം കൂടാണ്ട് ശ്രദ്ധിക്കണം ഡയറ്റിന്റെ. Right. So that's my thought about diet. It's not that ഇത് കഴിക്കരുത്, ഇത് കഴിക്കണം, ഇത് എങ്ങനെയല്ല. Right. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ പറയും കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാം. Okay. കാർബോഹൈഡ്രേറ്റ്സ്, അപ്പൊ ഓരോ പാത്തോളജിക്ക് ഓരോന്നുണ്ടാവും. Right. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാൻ മതി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ് ഡിപ്പെൻഡന്റ് ആണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ഒരു അസുഖത്തിന് കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കാൻ മതി. Okay. അപ്പൊ നമ്മൾ അവിടെ നമ്മുടെ അരി ഭക്ഷണം അങ്ങനെയുള്ള സാധനങ്ങൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഒരു ഇൻഡിവിജ്വലൈസ്ഡ് അപ്രോച്ച് ടുവേർഡ്സ് ഡയറ്റ് വേണം. ബട്ട് വി ഷുഡ് ബി കോൺഷ്യസ് ഓഫ് വാട്ട് വി ആർ ഈറ്റിംഗ് Right. ആൻഡ് വാട്ട് വി ആർ ഡ്രിങ്കിങ്. അതാണ്, എന്താ കഴിക്കുന്ന ഇതാണ്. ഈ വാക്കുകൾ എപ്പോഴും ഈ ന്യൂട്രീഷണൽ ലേബിൾസ് വായിക്കുക, പോർഷൻ കൺട്രോൾസ് ഉണ്ടാവുക. Right. അമിതവണ്ണം എപ്പോഴും ഈ വണ്ണത്തിനെ കുറിച്ചൊന്നൊരു കോൺഷ്യസ്നെസ് വേണം. വി ഷുഡ് ട്രൈ ആൻഡ് കൺട്രോൾ അവർ വെയിറ്റ്. ആൻഡ് ചില ഡയറ്റ്സ് ഉണ്ട് സ്പെസിഫിക് ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻഡോമെട്രിയോസിസിനുള്ളവർക്ക് അവർക്ക് ഡെയറി പ്രൊഡക്ട്സിനോട് കുറച്ച് കൂടുതൽ അലർജി ഉണ്ടാവും. അങ്ങനെ അതൊക്കെ പക്ഷേ ഡിസീസ് സ്പെസിഫിക് അല്ലെങ്കിൽ അസുഖത്തിനെ പറ്റിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് Okay. ജനറലൈസ് ചെയ്യാൻ. അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി ഫ്രണ്ട്ലി കോൺസെപ്റ്റ്. ആൾക്കാർ വന്ന് പലതും ചോദിക്കും, പഴം കഴിക്കാമോ, ഈത്തപ്പഴം കഴിക്കാമോ, അത് there's no ഒരു സാധനം പാടില്ല അങ്ങനെയുള്ള കോൺസെപ്റ്റ് ഇല്ല. Right. അതാണ് Okay. ഡയറ്റ്. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞപ്പോ യു മെൻഷൻ PCOD എന്ന് പറഞ്ഞൊരു വാക്ക് പറഞ്ഞു. ഇപ്പൊ PCOD ഈസ് വെരി കോമൺ ടു വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ടീനേജ് ഗേൾസിൽ കാണുന്നതാണ്. ക്യാൻ ദാറ്റ് ബി എ പ്രീ റിക്വസർ ഫോർ ഫ്യൂച്ചർ ഇൻഫെർട്ടിലിറ്റി? ആൻഡ് ഇത് ഏർലി ആയിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ? ഈ PCOD ഇൻ യങ് ഗേൾസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഒരു പ്രോബ്ലം ആണ്. Okay. എന്തുകൊണ്ടാ പ്രോബ്ലം എന്ന് പറഞ്ഞുതരാം. PCOD അല്ല ഇതിൽ പ്രോബ്ലം. ഈവൻ ഒരു 1-2 മാസം പീരീഡ് റെഗുലർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മമാരെന്ത് ചെയ്യും, പെൺകുട്ടികളെ 13-14 വയസ്സായി കഴിഞ്ഞാൽ തന്നെ കൊണ്ടുപോയി ഒരു സ്കാൻ ചെയ്യും. ആ സ്കാനിങ്ങിൽ PCOD അങ്ങോട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങുക ഈ PCOD യാത്ര. യങ് ഗേൾസിന് കുറച്ച് കാലത്തേക്ക് ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് ഒന്നും വരില്ല. മിസ് ഡയഗ്നോസിസ് ഓഫ് PCOD ആണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം. അപ്പൊ എപ്പോഴും യങ് ഗേൾസിന് PCOD ഷുഡ് ബി ഡയഗ്നോസ്ഡ് കറക്റ്റ്ലി ഫസ്റ്റ്. Okay.
വളരെ കുറച്ച് PCOD ഇല്ല എന്നല്ല പറഞ്ഞത്, PCODയുടെ ഇൻസിഡൻസ് ഉണ്ട്. അതൊരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. ഇറ്റ്സ് എ ഹോർമോണൽ കണ്ടീഷൻ. അത് കുറച്ചിപ്പോൾ കൂടി വരുന്നത് എന്താ വെച്ചാൽ, ആസ് ദ ഡയബറ്റിസ് ഇൻസിഡൻസ് സമൂഹത്തിൽ കൂടുന്തോറും പെൺകുട്ടികൾക്ക് PCOD കൂടും. അത് സിമ്പിളാണ്. പക്ഷെ ആ PCODയുടെ ഹോർമോൺ പ്രശ്നങ്ങളൊന്നും ക്യാൻ ബി കെപ്റ്റ് അണ്ടർ കൺട്രോൾ. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഭക്ഷണ രീതി കൊണ്ട്. ഒരു കാര്യം, ഈ PCOD ജനറ്റിക് ആയിരിക്കോ? ചെറിയൊരു ജനറ്റിക് കമ്പോണന്റ് ഉണ്ട് PCOD. There is. കാരണം PCOD ഉള്ള പെൺകുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അവർ പറയും അവരുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ വീട്ടിൽ ഗ്രാൻഡ് ഫാദേഴ്സോ ഒരു ഡയബറ്റീസിന്റെ ഹിസ്റ്ററി ഉണ്ടാവും. അതുപോലെ ബോൾഡ്നെസിന്റെ ഹിസ്റ്ററി ഉണ്ടാവും. അത് ഇറ്റ്സ് ക്യാരിഡ് ഡൗൺ. പക്ഷെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് അതിന്റെ എഫക്ട്സ് കുറയ്ക്കുക. എഫക്ട്സ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ PCOD ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവിതശൈലിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആക്റ്റീവ് ആവണം, കുറച്ച് എക്സസൈസ് ചെയ്യണം, ഭക്ഷണം കഴിക്കുന്നത് ശ്രദ്ധിക്കണം, അത്രേ വേണ്ടൂ. അല്ലാണ്ട് PCOD ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഫുൾ ലൈഫ് ടൈം. ഇനി PCOD ഉള്ളവർക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യത വരുമോ എന്നുള്ളതാണ് എപ്പോഴും അമ്മമാരുടെ കൺസേൺ. അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. നമ്മൾ ഇതുപോലെ കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ PCOD ഉള്ളവർക്ക് അണ്ടോൽപാദനത്തിന്റെ പ്രശ്നം വന്നാൽ മാത്രമേ വന്ധ്യത വരുള്ളൂ. PCOD ഉള്ളവർക്ക് എല്ലാവർക്കും വന്ധ്യത വരുന്നുള്ളതൊന്നും എവിടെയും എസ്റ്റാബ്ലിഷ്ഡ് അല്ല. നല്ലോണം PCOD ഉള്ള പെൺകുട്ടികൾക്കും ഒരു പ്രശ്നമില്ലാണ്ട് ഒരു കുഞ്ഞുണ്ടാവാൻ സാധ്യതയുള്ളവരുണ്ട്. പക്ഷെ നമ്മൾ അതിനെ കൺട്രോളിൽ വെക്കണം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ആദ്യം പറഞ്ഞാണ് ഇമ്പോർട്ടൻറ്റ്. PCOD ദ ഡയഗ്നോസിസ് ഷുഡ് ബി കറക്റ്റ്. കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്താൽ മാത്രമേ അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇത്ര കൺസേൺ ആവേണ്ടത്. PCOD ട്രീറ്റബിൾ ആണ്. See, PCOD can be kept under control. It cannot happen that you have PCOD, ഒരു ദിവസം PCOD കണ്ടു, പിറ്റത്തെ ദിവസം 3 മാസം കഴിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ PCOD ഒന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആദ്യം നിങ്ങൾ PCODയുടെ ഡയഗ്നോസിസ് റോങ് ആയിരുന്നു. കൺട്രോളിൽ വെക്കാം. PCODക്കാർക്ക് ഈ പറഞ്ഞ മാതിരി ഹെയർ ഗ്രോത്ത് കൂടും, അതിന്റെ ഹോർമോൺസിന്റെ സിംറ്റംസ്, അതിനൊക്കെ വി ക്യാൻ ഗെറ്റ് ഇറ്റ് അണ്ടർ കൺട്രോൾ വിത്ത് മെഡിക്കേഷൻസ് ആൻഡ് പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്. So almost 90% lifestyle changes ഉണ്ടായാൽ കുറെ controlling. Definitely. It is an integral component of this thing, as important as your medicines. Okay. And like I said again, it's not only ഓരോ ലൈഫ്സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടി നടക്കുക അങ്ങനെയുള്ള ഒന്നല്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഉറക്കം ശ്രദ്ധിക്കുക, കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിക്കുക, എല്ലാം ഹോളിസ്റ്റിക് അപ്രോച്ച് അബൌട്ട് ദ മൈൻഡ്. ഇപ്പൊ PCODക്ക് വിദേശത്തൊക്കെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ കുറച്ച് സമയം PCOD ഉള്ള പെൺകുട്ടികളുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം. കാരണം ദേ സഫർ സീരിയസ് ഇമേജ് പ്രോബ്ലംസ്. അവരെ പറ്റിയിട്ടുള്ള അവരുടെ അഭിപ്രായം ഭയങ്കര കുറവായിരിക്കും. ഒരു ക്ലാസ്സിൻ്റെ ഉള്ള 4-5 പെൺകുട്ടികൾ ഇരിക്കുമ്പോൾ PCOD ഉള്ള കുട്ടി എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇവിടെ കുറച്ച് രോമം കൂടുതൽ, ഇവിടെ കുറച്ച് ഹെയർ ഗ്രോത്ത്, കഴുത്തിൻ്റെ അവിടെ കുറച്ച് കറുത്ത നിറം. ഇതൊക്കെ ഈ യങ് പീപ്പിളിനെ സൈക്കോളജിക്കലി വളരെയധികം ബാധിക്കുന്ന അവരുടെ ഇമേജ്. So it should be addressed in a proper fashion. So like you said, the word you used is very correct. Okay. Holistic should be the approach to PCOD man. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞു, ഇപ്പോൾ ഡയഗ്നോസിസ് സ്റ്റെപ്പ് വൈസ് ലാഡർ അപ്രോച്ച് ആണ് പേഷ്യൻ്റ് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും ഒരു ചോദ്യം, ഏത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലേക്കാണ് പോകേണ്ടത്? ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രീറ്റ്മെന്റ് അവൈലബിൾ. എങ്ങനെയാണ് സാറ് ചൂസ് ചെയ്യുക? ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കോമണസ്റ്റ് മിസ്കൺസെപ്ഷൻ ഞാൻ പറഞ്ഞത്. ആൾക്കാരുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്താണെന്നുണ്ടെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി ചികിത്സിക്കാൻ പോയാൽ അവരൊന്നുമില്ലെങ്കിൽ IUI പറയും, അല്ലെങ്കിൽ IVF പറയും. ഇതാണ് ആൾക്കാർക്ക് ഒരു കോമൺ ആയിട്ടുള്ളൊരു. അതുകൊണ്ട് അവർ പോകാൻ വൈകിക്കും. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ, IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബ് ബേബി ഡയറക്ടറി. ഇത് എല്ലാവർക്കും അറിയാം, എല്ലാ പേഷ്യൻസിനും ഈ 2 വാക്കുകൾ അറിയാം. പക്ഷെ അതിന്റെ സത്യം അതല്ല. അതിനിടയിൽ കുറെ കാര്യങ്ങളുണ്ട്. എന്താ പറയാ, ഈ പുരുഷവന്ധ്യതയാണ്, അതിൽ നമ്മൾ സെമൻ കൗണ്ട് നോക്കി, ചിലപ്പോൾ അതിൽ വല്ല ഇൻഫെക്ഷൻ ആയിരിക്കാം. അതിനൊരു കോഴ്സ് ആന്റിബയോട്ടിക്സ് കൊടുത്തിട്ട് സെമൻ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മുടെ ഫെർദർ ട്രീറ്റ്മെന്റ് വേണ്ടി വരില്ല. ചിലപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റിനുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിന് അതിൻ്റെതായിട്ടുള്ള മെഡിസിൻസ് കൊടുത്തു, ആ ഭാഗം ശരിയായി എന്നുണ്ടെങ്കിൽ വേറെ ഫെർദർ ആയിട്ട് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. അതുപോലെ സ്ത്രീകൾക്ക് ചിലപ്പോൾ അവർ വണ്ണായിരിക്കും പ്രശ്നം. 3 മാസം വെയിറ്റ് റിഡക്ഷനുള്ള മരുന്ന് കൊടുത്തു, വണ്ണൊക്കെ കുറഞ്ഞു, അവർക്ക് പീരിയഡ്സ് കറക്റ്റായി, ആർത്തവമൊക്കെ ശരിയായി എന്നുണ്ടെങ്കിൽ അവർക്ക് അതോടെ പ്രശ്നം തോന്നുന്നു. ചിലർക്ക് വെറും അണ്ടോൽപാദനം ആണ് പ്രശ്നം ഉണ്ടാവുക.
അണ്ടോൽപാനത്തിനുള്ള മരുന്ന് കൊടുത്തു, സ്കാനിങ് ചെയ്തിട്ട് എന്നാ അണ്ടോൽപാനം ഉണ്ടാവണമെന്ന് നോക്കി, അവർക്ക് നമ്മൾ കോണ്ടാക്ടിന്റെ സമയം പറഞ്ഞു കൊടുത്താൽ അവർക്ക് അതോടെ അവരുടെ പ്രശ്നം തോന്നും. ഒരു ചെറിയ ശതമാനം ആൾക്കാരുണ്ട് അസിസ്റ്റഡ് ട്രീറ്റ്മെന്റ് വേണം. അസിസ്റ്റഡ് ട്രീറ്റ്മെന്റ് ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ IUI ഈ IVF. IUI എന്ന് പറഞ്ഞാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. അതായത് ബീജം നല്ലോണം കഴുകി വാഷ് ചെയ്തിട്ട് ഗർഭപാത്രത്തിനുള്ള നിക്ഷേപം. IVF കുറച്ചും കൂടി ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആണ്. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് അണ്ടവും പുറത്തേക്ക് എടുക്കുക, പുറത്ത് വെച്ചിട്ട് അണ്ടവും പുരുഷ ബീജവും കൂടി യോജിപ്പിച്ചിട്ട് അത് വളർന്ന ഭ്രൂണാകുമ്പോൾ അതിനെടുത്ത് ഗർഭപാത്രത്തിനുള്ളൂ. ഈ ട്രീറ്റ്മെന്റ് ഇതൊക്കെ വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്കേ വേണം. പക്ഷെ ഒരു ചികിത്സിക്കുന്ന സ്ഥലത്ത് എല്ലാ സാധനവും അവൈലബിൾ ആയിരിക്കുന്നത് നല്ലത്. സിംഗിൾ അംബ്രല്ല. അപ്പോൾ പിന്നെ ഒരു അറ്റത്ത് നിന്ന് മറ്റേ അറ്റം വരെ നമുക്ക് എല്ലാ ട്രീറ്റ്മെന്റും അവിടെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗൈനക്കോളജിസ്റ്റിന് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല. മിക്കവാറും ഇത്തരമുള്ള പേഷ്യൻസിനെ സാധാരണ ഗൈനക്കോളജിസ്റ്റ് ട്രീറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ മാതിരി അണ്ടോൽപാനത്തിനുള്ള മരുന്ന് കൊടുക്കുക, അതെല്ലാം സാധാരണ ഗൈനക്കോളജിസ്റ്റിന് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ മാതിരി IUI IVF ആണ് എന്നുള്ള അത് തെറ്റിദ്ധരിക്കാൻ പാടില്ല. പല കാര്യങ്ങളും ഈ ട്രീറ്റ്മെന്റുള്ള. പിന്നെ ഒരു വാക്ക് കേട്ട് ഇക്സി ഞാൻ ഈ പറഞ്ഞ മാതിരി IVF ആണ് തുടങ്ങിയത്. അതിന്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇക്സി. അതായത് മൈക്രോസ്കോപ്പ് ഭൂതക്കണ്ണാടിയുടെ അടിയിൽ വെച്ച് ഓരോ അണ്ടത്തിന്റെ ഉള്ള ഓരോ ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യുക. ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. അതായത് ഓരോ എഗിന്റെ സൈറ്റോപ്ലാസത്തിനുള്ള സ്പേമിനെ ഇഞ്ചെക്ട് ചെയ്യുക. അതും ഒരു അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്, ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്. അത് ആവശ്യമുള്ളവർക്ക്. ചിലർക്കാണ് ആവശ്യം. മുമ്പൊക്കെ സെമനില് ഒരു സ്പേമോ ഇല്ല എന്ന് കണ്ടു, എസോസ്പെർമിയ. അവർക്ക് കുഞ്ഞുണ്ടാവാൻ വേറെ വഴിയില്ല. ഇപ്പൊ ഇക്സി വന്നതിന് ശേഷം അവരുടെ ടെസ്റ്റിസിന്റെ ഉള്ളിൽ നിന്ന് സ്പേം പുറത്തേക്ക് എടുത്ത് ഇക്സി മുഖേന പ്രഗ്നൻസി ആക്കാൻ പറ്റും, സ്വന്തം കുഞ്ഞാക്കാൻ പറ്റും. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ആ പ്രശ്നമുള്ള പേഷ്യൻസിന് വളരെയധികം ഉപകരിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ കൗണ്ട് വളരെ കുറവുള്ളവർക്ക് ഇക്സി ട്രീറ്റ്മെന്റ് ഉപകരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആണ്. ഒരു ട്രീറ്റ്മെന്റ് എല്ലാവർക്കും എന്നുള്ളതെന്ന് മാറി. അത് വന്ധ്യതയിൽ മാത്രമല്ല, എല്ലാ ഇതിലും മേഖലകളിലും വേറെയാണല്ലോ. പേഴ്സണലൈസ്ഡ് മെഡിസിൻ, അതായത് ഓരോരുത്തർക്കും ഉള്ള പ്രശ്നം അനുസരിച്ചിട്ട് ട്രീറ്റ്മെന്റ്. അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച്. ഇപ്പോ ഈ IVF എന്ന് പറഞ്ഞ ഒരു പ്രോസസ് എങ്ങനെയാണ്? ഇപ്പൊ സാറ് പറഞ്ഞു എഗ് എടുക്കും, എങ്ങനെയാണ് ഈ എഗ് എടുക്കുന്നത്? ഇന്റൻസ് പ്രോസസ് ആണ്. IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് ശരീരത്തിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് ഈ ഫെർട്ടിലൈസേഷൻ പ്രോസസ്സ് പുറത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നോർമലി ആയിട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ള ഒരു മാസം ഒരു എഗ്, ഒരു 2 എണ്ണം ഉണ്ടാവും. IVF നമ്മൾ എന്താ ചെയ്യുക, 8-9 ദിവസം അവർക്ക് ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ഹൈപ്പർ സ്റ്റിമുലേഷൻ എന്ന് പറയും. ഓവറിയുടെ ഉള്ളിൽ കൂടുതൽ അണ്ട ഉണ്ടാവാനുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കും. ഹോർമോണൽ ഇഞ്ചെക്ഷൻസ്, കൂടുതൽ അണ്ട ഉണ്ടാവാൻ. ആ അണ്ട ഉണ്ടായി കഴിഞ്ഞാൽ ഈ സ്കാനിങ് മുഖേന തന്നെ ഒരു സൂചി വെച്ചിട്ട് ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് അണ്ടം വലിച്ചെടുക്കാം. ചെറിയ പ്രോസസ്സാണ്. ചെറിയ ഉറക്കി കിടത്തിയിട്ടാണ് ചെയ്യുക ഈ പ്രോസസ്സ്. ഒരു 5 മിനിറ്റിന്റെ പ്രൊസീജിയറാണ്. അനസ്തീഷ്യ കൊടുത്തിട്ടാണ് ചെയ്യുക. പുറത്തെടുക്കും. പുറത്ത് ലബോറട്ടറി ഉള്ളിൽ മൈക്രോസ്കോപ്പ് ഭൂതക്കണ്ണാടിയുടെ അടിയിൽ വെച്ചിട്ടാണ് ഓരോ അണ്ടത്തിനുള്ളിലേക്കും. അതുപോലെ തന്നെ പുരുഷൻ അന്ന് ബീജം കൊടുക്കും. അപ്പൊ ഈ പുരുഷ ബീജത്തിനെ നല്ലോണം സെലക്ട് ചെയ്തിട്ട്, നല്ല സ്പേംസ് സെലക്ട് ചെയ്തിട്ട് ഓരോ അണ്ടത്തിന്റെ ഉള്ളിലേക്ക് ഓരോ ബീജത്തിനെ ഇഞ്ചെക്ട് ചെയ്യും. അതിനാണ് ഇക്സി എന്ന് പറയുന്നത്, ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. അപ്പോൾ അതും ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്, അതായത് വന്ധ്യതാ ചികിത്സയിൽ അതൊരു റെവല്യൂഷൻ ആയിരുന്നു വന്നപ്പോൾ. ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അറിയപ്പെടുന്ന, കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് ആ വന്നതോടുകൂടിയാണ് ഭയങ്കര റിസൾട്ട്സ് കൂടിയതും കുറെ ആൾക്കാർക്കും കൂടിയിട്ട് തന്നെ. മറ്റേതാകുമ്പോ നമ്മൾക്ക് സെമന്റെ ഉള്ളിൽ ഇപ്പോൾ സ്പേംസ് ഇല്ല, വേറൊരു വഴിയില്ല ഒരു കുഞ്ഞുണ്ടാവാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാർക്ക് ഉപകരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇക്സി. ഇപ്പൊ സാർ ഈ എഗ്സ് ഹാർവെസ്റ്റ് ചെയ്തു, യു ഹാവ് ഡൺ ദ പ്രൊസീജിയർ, പിന്നെ തിരിച്ച് അമ്മയുടെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ശരിക്കും അത് ഇഞ്ചെക്ട് ചെയ്തിട്ട് 2, 3, 5 അങ്ങനെ 2-3 സ്റ്റേജ് ഉണ്ട്. മാക്സിമം 5 ദിവസം വരെ അതിനെ പുറത്ത് നമുക്ക് വളർത്തിയെടുക്കും. ഇൻക്യുബേഷൻ എന്ന് പറയും. ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞ സാധനമാണ്. അതിൻ്റെ ഉള്ളില് ഒരു കൺട്രോൾഡ് ടെമ്പറേച്ചറിനുള്ള അതിങ്ങനെ വളർന്ന കാണാന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണാത്തത്
2 സെല്ല് 4 സെല്ല് 8 സെല്ല് അങ്ങനെ 5 ദിവസം വരെ അതിനെ വളർത്തിയെടുക്കും. അതൊരു നിങ്ങൾ ഡെയിലി മോണിറ്റർ ചെയ്യാൻ. ഡെയിലി അതിനെ മോണിറ്റർ ചെയ്യും. ഓക്കെ ഇത്ര മണിക്കൂർ എന്നുള്ള കണക്കുണ്ട് അതിൻ്റെ. ഓക്കെ എന്നിട്ട് വളർത്തിയെടുത്തിട്ട് അത് ഒപ്റ്റിമം ആകുമ്പോൾ ചിലർക്ക് 3-ാമത്തെ ദിവസം ചിലർക്ക് 5-ാമത്തെ ദിവസം അതിനെ തിരിച്ചു വെക്കും. അപ്പൊ ഇപ്പൊ നമ്മൾ വെച്ചില്ല എന്ന് വിചാരിക്കുകയാണ്, അതെ. വെക്കണ്ട അല്ലെങ്കിൽ എക്സ്ട്രാ വന്നു എന്നുണ്ടെങ്കിൽ ഈ ഭ്രൂണത്തിനെ ഇനിയിപ്പോ പിന്നെ എഗ് എന്ന് പറയില്ല, പിന്നെ എംബ്രയോ എന്നാ പറയാ, ഭ്രൂണം. ഈ ഭ്രൂണത്തിനെ നമുക്ക് തണുപ്പിച്ചു വെക്കാനുള്ള സംവിധാനം. ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റിൽ ക്രയോ പ്രിസർവേഷൻ, തണുപ്പിച്ചു വെക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതെ. അത് തണുപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ വർഷങ്ങളോളം ഇരിക്കും. നമുക്ക് പിന്നെ സൗകര്യം അനുസരിച്ച് തിരിച്ചു വെക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യങ് ഗേൾസിന് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ എഗ്സ് തണുപ്പിച്ച് വെക്കാം. ക്രയോ പ്രിസർവേഷൻ തണുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതിനുള്ളതാണ് തണുപ്പിച്ച് വെക്കും. അത് വർഷങ്ങളോട് അവിടെ ഇരിക്കും. നമ്മൾ ടോപ്പ് അപ്പ് ചെയ്താൽ മതി. അപ്പൊ ഇതിന് സ്പെസിഫിക് ലാബ്സ് ഉണ്ടോ? അതിന് വേണം, അതായത് ടെക്നോളജി വേണം. ടെക്നോളജി ഇൻറ്റൻസീവ് ആണ്. ആളുകളൊക്കെ പറയും ട്രീറ്റ്മെന്റ് വളരെ ചെലവേത്. എല്ലാ ട്രീറ്റ്മെന്റും അല്ല. നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഓവുലേഷനുള്ള മരുന്നും അതൊന്നും അധികം ചെലവില്ല. പക്ഷെ ഇത്തരം പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ലബോറട്ടറി വേണം, അതിൻ്റെ ഉള്ളിൽ എല്ലാ എക്വിപ്മെന്റ്സും വേണം. അത് ടെക്നോളജി ഇൻറ്റൻസീവ് ആണ്. ദിവസവും അതിന്റെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കും. സോ അത് ടെക്നോളജി ഇൻറ്റൻസീവ് ആയതുകൊണ്ട് അതിന്റെ കോസ്റ്റ് ഇത്തിരി സാധാരണ ട്രീറ്റ്മെന്റിനെക്കാട്ടിലും കൂടുതലാണ്. പക്ഷേ നമ്മളൊരു കാര്യം ഓർമ്മ വയ്ക്കണം, ഇത്തരം ടെക്നോളജി വന്നോണ്ട് കുറെ ആൾക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ട്. കുറെ ആൾക്കാർക്ക് ആ വന്നു ടെക്നോളജി അത് എല്ലാത്തിനും സ്പ്രെഡ് ആയി. നോട്ട് ഓൺലി ട്രീറ്റ്മെന്റ് വരണം, ട്രീറ്റ്മെന്റിന് ആക്സസ് വേണമല്ലോ. അതൊരു എലൈറ്റ് സാധനമായിട്ട് ഇരുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇപ്പൊ കേരളം പോലൊരു സ്റ്റേറ്റില് ആക്സസ് ടു ട്രീറ്റ്മെന്റ് നല്ലോണമുണ്ട്. ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലായാലും ഇത്തരം സെറ്റപ്പും ലാബും ഒക്കെ വന്നു. അതാണ് ഈ ട്രീറ്റ്മെന്റിന്റെ വിജയം. അതായത് കുറെ ആൾക്കാർക്കും കൂടി അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഈ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ട്രീറ്റ്മെന്റിനൊക്കെ നമുക്ക് പോയി അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഈ പറഞ്ഞ മാതിരി 25 വർഷം മുമ്പ് ഞാൻ പ്രാക്ടീസ് തുടങ്ങി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്താകുമ്പോൾ നമുക്ക് കയ്യിൽ എണ്ണാന്നുള്ള ലാബ്സേ ഉണ്ടായിരുന്നുള്ളൂ. 3, 4, 5 ലാബ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നൊക്കെ മാറി ഇപ്പോൾ കേരളത്തില് ഗവൺമെന്റ് മെഡിക്കൽ കോളേജസിലും കൂടി വന്നു. ട്രിവാൻഡ്രത്ത്, കാലിക്കറ്റ് അങ്ങനെ സ്ഥലങ്ങളിൽ ഈ ഓൾറെഡി ഉണ്ട്. ബാക്കിയുള്ളിടത്തും വരും. എന്തുകൊണ്ട് വരും? ഞാൻ പറഞ്ഞ മാതിരി ഇൻഫെർട്ടിലിറ്റി എന്നുള്ള പ്രോബ്ലം കൂടി വരികയാണ്. ഇതിനുള്ള ആവശ്യമുള്ള ആൾക്കാരും കൂടുന്നു അതോടുകൂടി. അപ്പോൾ ഇറ്റ്സ് ആക്സസിബിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അല്ലാണ്ട് നമ്മുടെ അടുത്തൊരു ടെക്നോളജി ഉണ്ട്, അത് അമേരിക്കയിൽ ഒരു മുക്കിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്സസ് ഇല്ല. അപ്പൊ ഈ ഓവർ ദ 25 ഇയേഴ്സ് ഞാൻ കണ്ടിട്ടുള്ള അതാണ്, ആക്സസ് ടു ട്രീറ്റ്മെന്റ് കൂടും. ഇപ്പോൾ സാറിന്റെ അടുത്തൊരു പേഷ്യന്റ് ചോദിക്കണം, ഓക്കെ ഞങ്ങൾ ഈ ഫ്രോസൺ എഗ് ട്രീറ്റ്മെന്റ് വി ആർ റെഡി. Now you have a private setup, you have a government setup. Which is better or no, that is not the basis on which you would, the choice, how patients decide ഇവിടെ പേഷ്യൻസ് എങ്ങനെയാണ് ഇവിടെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ള ആ തീരുമാനം നമ്മൾ അവർക്ക് എന്തൊക്കെ ഓഫർ ചെയ്യുന്നു ഇൻ ടേംസ് ഓഫ് സർവീസസ്, എക്സ്പീരിയൻസ് ഓഫ് ദ ക്ലിനിഷ്യൻ ഹു പ്രൊവൈഡ്സ് ദ സർവീസസ്, റിലയബിലിറ്റി ഓഫ് ദ പ്ലേസ് പ്രൊവൈഡിങ് ദ സർവീസ്. നമ്മൾ റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് ഇതാണ് നോക്കുക. ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ പേഷ്യൻസ് എങ്ങനെ നോക്കും, പേഷ്യൻസിനെ എങ്ങനെ അറിയാം, നമ്മൾ അവിടെ ഒരു റിസൾട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ, അത് കൂടാണ്ട് അവരെ അന്വേഷിക്കും ചുറ്റും, അവിടെ വന്ന ആൾക്കാർക്ക് ട്രീറ്റ്മെന്റിന് ശരിയാവുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒരു ഇത് വേണം പേഷ്യൻസിന്. അത് ഞങ്ങൾ ക്ലിനിക്കിലൊക്കെ പറയും, പേഷ്യൻസ് വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അവർ ഓണസ്റ്റ് ആയിട്ട് പറയണം, ഇത്ര ശതമാനം. അതൊക്കെ പേഷ്യൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഫിനാൻഷ്യലി നമ്മളുടെ കോസ്റ്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. If they are able to afford the treatment at that cost, and then if you are having a compassionate approach and they have identified you, അതായത് അവർക്ക് മനസ്സിലായി ഈ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നല്ല ടീം ഉണ്ട്. ഇതിനൊക്കെ ഒരു ടീം വർക്കാണ്, അല്ലാണ്ട് ഒരാൾ മാത്രമല്ല. അവിടെ പോയാൽ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആള് തൊട്ടിട്ട് അടിച്ചു വരുന്ന ആള് വരെ ടീമിന്റെ ഭാഗമാണ്. അപ്പൊ അവര് നമ്മളോട് എങ്ങനെ പെരുമാറുന്നു, പിന്നെ എത്തിക്സ്, ഞാൻ പറഞ്ഞില്ല ഇതിനുള്ള ഇതെല്ലാം കൂടിയിട്ട് ആകുമ്പോൾ പേഷ്യൻസ് ഡിസൈഡ്. നമ്മളുടെ അവിടെ പേഷ്യൻസിന് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് അവർക്ക് കണ്ട് തീരുമാനിക്കാൻ പറ്റും. നമ്മൾ അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതായത് എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ടെക്നോളജി വൈസ് ഇൻ എ പ്രൈവറ്റ് സെറ്റപ്പ് ആൻഡ് ഇൻ എ ഗവൺമെന്റ് സെറ്റപ്പ് ദ ടെക്നോളജി ഷുഡ് ബി സെയിം. ഓക്കെ, then the variables will be in terms of skill sets and all those sort. ഇപ്പൊ സാറ് ബേസിക്കലി ഇപ്പൊ 3 കാര്യം പറഞ്ഞു. IVF, IUI, ICSIയുടെ പറ്റി പറഞ്ഞു.
എന്താണ് ഇതിന്റെ ഒരു സക്സസ് റേറ്റ് ഓർ ഏത് ട്രീറ്റ്മെന്റ് ആണ് മോസ്റ്റ് സക്സസ്ഫുൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആസ് ഫാർ ആസ് ദ പേഷ്യൻറ്റ് ഇസ് കൺസേൺ, പേഷ്യൻറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവരൊരു പ്രൊസീജിയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അവരത് 100% വിജയിക്കുന്ന വിചാരിച്ചാണ് ഈ പേഷ്യൻ്റ് ചെയ്യുക. Right. പക്ഷെ അതായത് സത്യം അങ്ങനെയല്ല. എല്ലാറ്റിനും ഒരു വിജയ സാധ്യതയോ അല്ലെങ്കിൽ വിജയ ശതമാനം ഉണ്ട്. സക്സസ് റേറ്റ് എന്ന് പറയുന്ന സാധനം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ IUI എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞു. IUI പ്രൊസീജിയറിന് ലോകത്തിൽ എവിടെ IUI പ്രൊസീജിയർ ചെയ്താലും 10-15% ആൾക്കാർക്ക് അത് ശരിയാവുള്ളൂ. 10-15% ആൾക്കാർക്ക് ശരിയാവുള്ളൂ. അപ്പൊ അത് പേഷ്യൻസിന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതായത് അവർക്ക് എങ്ങനെയാ മനസ്സിലാക്കി കൊടുക്കുക, അവരോട് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങളെപ്പോലെ 10 പേര് ഇങ്ങനെ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് അല്ലെങ്കിൽ 2 ആൾക്ക് ഈ പ്രൊസീജിയർ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ എന്താ പറ്റുക, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ഡിസപ്പോയിന്റഡ്, നിരാശയാവും. അതായത് പൈസ ചെലവാക്കി, ഇഞ്ചക്ഷൻ എടുത്തു, സ്കാൻ ചെയ്തു, ഡോക്ടർ പറയുന്ന പോലെയൊക്കെ ചെയ്തു, പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഞങ്ങൾ കംപ്ലീറ്റ് റെസ്റ്റ് എടുത്തു, നമുക്ക് ശരിയായില്ല. പിന്നെ അന്നത്തെ കാലത്ത് അങ്ങനെയുണ്ട്. അന്നത്തെ ദിവസം ചെയ്തവരുടെ കൂടെയൊക്കെ അവരിരുന്നിട്ട് സംസാരം ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ അവർ ചെയ്തു, അവർക്കും ശരിയായില്ല, ഇവർക്കും ശരിയായില്ല, ആർക്കും ശരിയായില്ല. അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് വരാണ്ടിരിക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ 10% പേഷ്യൻസ് ഡോക്ടേഴ്സിന്റെ മാതിരി സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ആൾക്കാരല്ല, അവർക്കിത് മനസ്സിലാവില്ല. അപ്പൊ 10-15% എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതും കൂടി നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അപ്പൊ IUI പോലൊരു പ്രൊസീജിയറിന് 10-15% മാത്രമേ സക്സസ് റേറ്റ് ഉള്ളൂ. അതുപോലെ തന്നെ കുറെ പ്രായം സ്ത്രീക്കായിട്ട് 42 വയസ്സിൽ ഒരു ലേഡിക്കായി അവർ IUI ചെയ്തു തന്നെയാണെങ്കിൽ അവർ ഈ 10-15% പോലും എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. അവരൊരു 5%-ലും കുറവേ എക്സ്പെക്ട് ചെയ്യാവൂ. അതും വേണം അവരോട് പറയാൻ. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. അതേപോലെ IVF ട്രീറ്റ്മെന്റ് പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ബൈ ആൻഡ് ലാർജ് സ്ത്രീയുടെ പ്രായം അനുസരിച്ചിരിക്കും വിജയസാധ്യത. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതും ആണ്. സ്ത്രീയുടെ പ്രായം എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ജനറലി IVF ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ഒരു 30 വയസ്സിൽ ഒരു സ്ത്രീ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പല തരത്തിലുള്ള സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ പല രീതിയിൽ അളക്കാം. അതായത് വെറും ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കിട്ടി, അതൊന്നുമല്ല. ഒരു സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത്? അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും 3 മാസമായപ്പോഴേക്കും അത് അലസിപ്പോയി, 2 മാസമായപ്പോഴേക്കും അലസിപ്പോയി. അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആണ് ടേക്ക് ഹോം ബേബി റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നതും വീട്ടിൽ കുഞ്ഞുകുഞ്ഞെ കൊണ്ട് പോകുന്ന എത്ര ശതമാനം ആൾക്കാരാണ്. അതാണ് അതിലുള്ള ഇമ്പോർട്ടൻ്റ്. പലരും ഈ സക്സസ് റേറ്റ് എന്ന് പറയുമ്പോൾ നോക്കുന്നത് ചെയ്തു, റിസൾട്ട് പോസിറ്റീവായി, ഒക്കെ പോസിറ്റീവായി, എല്ലാവരും സന്തോഷം, കേക്കൊക്കെ കട്ട് ചെയ്തു, അതല്ല സക്സസ് റേറ്റ്. അപ്പൊ ഈ ടേക്ക് ഹോം ബേബി റേറ്റിലാണ് കാര്യം കിടക്കുന്നത്. പലരും ഈ ടേക്ക് ഹോം ബേബി റേറ്റിനെ പറ്റി സംസാരിക്കും. ഒരു 30 വയസ്സിലൊക്കെ IVF ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 30-35% ആൾക്കാർ ബേബിയും കൊണ്ട് പോകും. അവർക്ക് ബേബി കിട്ടും. അതാണ് അതിന്റെ സത്യം. എത്രയും പ്രായം കൂടണോ അത്രയും ഈ ടേക്ക് ഹോം ബേബി റേറ്റ് കുറയും. അപ്പൊ അത് നമ്മൾ റിയലിസ്റ്റിക് ആണ്. ഈ പ്രൊസീജിയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പേഷ്യൻസിനോട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു, അവർക്കത് മനസ്സിലായി എന്നുണ്ടായിരുന്നു. അവർക്ക് ശരിയാവാത്തതിന്റെ വിഷമം കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റും. പ്രൊസീജിയർ തുടങ്ങാൻ, അതാണ് ഞാൻ പറയാം, എത്തിക്സ് ഇതിനുള്ള കളിക്കുന്നത്. പ്രൊസീജിയർ തുടങ്ങുമ്പോൾ തന്നെ എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞ് പൊതുവെ തട്ടിയിട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കുക. 10 പേർക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 6 പേര് തിരിഞ്ഞു ചോദിക്കും ഒക്കെ ശരിയാവുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ട് എന്താ കാര്യങ്ങൾ ശരിയാവും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രായം കൂടുന്തോറും കുറയും. ഒരു 42-ാമത്തെ വയസ്സിൽ 43-ാമത്തെ വയസ്സിൽ IVF ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ ടേക്ക് ഹോം ബേബി റേറ്റ് എന്ന് പറഞ്ഞ സാധനം 10% ഒക്കെ ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ 10 സ്ത്രീകൾക്ക് ചെയ്താൽ ഒരാൾക്കേ ശരിയാവുള്ളൂ. ചിലപ്പോൾ പ്രഗ്നന്റ് ആയിന്ന് വരാം, പക്ഷെ അത് 3 മാസത്തിൽ അബോർഷൻ ആവും. അത് കഴിഞ്ഞാണ് അബ്നോർമാലിറ്റി ഉണ്ടാവാം, ജനറ്റിക് പ്രോബ്ലംസ് ഉണ്ടാവാം. ഇതൊക്കെ പ്രകൃതിയുടെ നിയമമല്ലേ. ഇതിനെ നമുക്ക് വി കനോട്ട് ഡിഫീറ്റ് ദ റൂൾസ് ഓഫ് നേച്ചർ ഇൻ ദിസ്. അപ്പൊ ഇതാണ് ഇതിന്റെ സത്യം. ഈ സത്യം അറിഞ്ഞുകൊണ്ട് ട്രീറ്റ്മെന്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ടാകും. ചിലപ്പോ നമ്മളുടെ തിരക്കൊണ്ടാവാം, നമ്മൾ അങ്ങോട്ട് പറയണേൽ ചിലപ്പോൾ കുറച്ച് കുറവ് ഇതാവാം. ചിലപ്പോൾ പേഷ്യൻസ് മനസ്സിലാക്കില്ല. അവരുടെ സൈക്കോളജി അങ്ങനെയല്ല. സൈക്കോളജി അവര് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ മുഴുവൻ അവര് ഈ ട്രീറ്റ്മെന്റിൽ ഇടുകയാണ്. അപ്പൊ ഇത് ശരിയാവും. കാരണം ഇത് ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ് അവരെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യണത്. അപ്പൊ അതാണ് ട്രൂത്ത് ഈസ് ഇൻ ബിറ്റ്വീൻ ഇതിനിടയിൽ.
അപ്പൊ ആ കൗൺസിലിംഗ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. So you are counseling. Yeah, it's very important. so you are more of a specialist with counseling skills. You have to have high level of counseling skill. Like I said, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞാണ്, ശരിയാവാത്തവരെ ഹാൻഡിൽ ചെയ്യാൻ ആര് സക്സസ്ഫുൾ ആവണം, എത്രയും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റണോ അത്രയും നമ്മൾ സക്സസ്ഫുൾ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീഷണർ ആവും. Right. ഈ ഒരു സോ കോൾഡ് ഈ ഫ്രോസൺ എഗ് മെത്തേഡിൽ ടിൽ വാട്ട് ഏജ് ക്യാൻ എ വുമൺ വെയിറ്റ് ടു ഇപ്പോൾ ഈ എഗ് ഫ്രീസ് ചെയ്ത് ദെൻ that is also put back into the woman's uterus. Correct. അപ്പൊ അത് ഏത് ഏജ് വരെ ആ ലേഡിക്ക് വെയിറ്റ് ചെയ്യാം? അല്ല, പേഴ്സൺ ടേക്കിംഗ് ട്രീറ്റ്മെന്റ്, അതായത് അതിനൊരു ഇതുണ്ട്. 45 ഇയേഴ്സ് സ്ത്രീകൾക്ക്, 55 വർഷം മെയിലിന്, അങ്ങനെ ഒരു കണ്ട്. അപ്പോൾ എഗ് ഫ്രീസ് ചെയ്യുമ്പോൾ അറൌണ്ട് 45 ഇയേഴ്സിനുള്ള. പക്ഷെ ഇത് ഓർമ്മ വയ്ക്കേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ആസ് ദ ഏജ് ഓഫ് ദ വുമൻ ഇൻക്രീസസ്, ഈവൻ ഇഫ് ഷീ ബിക്കംസ് pregnant, the chances of getting disorders in pregnancy are more. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വളർച്ച കുറവ് വരാൻ, BP വരാൻ, ഷുഗർ വരാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അത്രയും പ്രായം കൂടണം. അപ്പോൾ അത് കുറെ അങ്ങോട്ട് ഡിലേ ചെയ്യണം ബുദ്ധിയല്ല. ജസ്റ്റ് എംബ്രിയോ നമ്മൾ ക്രയോ പ്രിസർവ് അല്ല എഗ്സ് ക്രയോ പ്രിസർവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാണ്, ബാക്കിയുള്ള ചേഞ്ചസും ബോഡിയിൽ നടക്കുകയല്ലേ. അപ്പൊ ഒരു എൽഡർലി പ്രഗ്നന്റ് പേഷ്യന്റിന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ അവർക്കും വരും. നേരത്തെ ഇപ്പൊ ചോദിച്ചല്ലോ, എപ്പോ when can you transfer the frozen egg? അതിനെക്കാട്ടിലും there's an important relevant question is, when do you decide to freeze the egg? See, what we are having now is, like I mentioned briefly earlier also, ഞാൻ പറഞ്ഞു നേരത്തെ, ആൾക്കാർ ഫ്രീസ് ചെയ്യാൻ വരുന്നുണ്ട്. 38-39 വയസ്സിലാണ് വരുന്നത് നമ്മുടെ എഗ് ഫ്രീസ് ചെയ്യാന്ന് പറയുന്നത്. അത് തെറ്റാണ്. ഒരു 15 എഗ്ഗെങ്കിലും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല എംബ്രിയോസ് കിട്ടുള്ളൂ, ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞ എംബ്രിയോസ് കിട്ടുള്ളൂ ഫർദർ ആയിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയുന്നത്, നമ്മൾ വി ഹാവ് ടു മേക്ക് ദം അവെയർ. അതായത് ഒരു 32-33 ആ ഏജ് ഗ്രൂപ്പിൽ വേണം. 30 between 30 and 35 should be the right time when they decide to freeze their eggs. You know, at 39, and there's something called aneuploidy and euploid eggs and all these things. ക്രോമസോമിലി നല്ല എഗ്സ് കിട്ടുന്ന കുറച്ചുകൂടി യങ് ആവുമ്പോഴാണ്. What is in the vault, as the age of the woman advances, it's like a vault, you know, where you keep money. As the vault gets empty, you know, then there's a problem with the quality of the eggs also that is there. So the decision to freeze eggs should always be made earlier, as early as possible. Now, sir, ഈ percentages of success and failure പറഞ്ഞു. Now, ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്താണ് നോർമലി വാട്ട് ഗോസ് ത്രൂ എ കപ്പിൾ? ഫെയിലിയർ വന്ന there are two sets of people. The majority of them are devastated. Okay, devastated എന്ന് പറഞ്ഞാൽ they are very sad. അവർക്ക് വിഷമാണ്. കാരണം ഈ പറഞ്ഞ മാതിരി അവരുടെ എല്ലാ റിസോഴ്സസും പൂൾ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ സോറോ ആണ് പ്രിഡോമിനന്റ് ആയിട്ട് എടുത്ത് കാണിക്കുന്നത് ഇമോഷനിൽ. പിന്നെ വരുന്ന ഹെൽപ്ലെസ്നെസ്, ഇനി എന്ത് ചെയ്യും എന്ന് പറയാനുള്ള ഒരു തോട്ട് പ്രോസസ്സ്, അത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ വരുന്നത് എങ്ങനെ ഫാമിലിയെ ഫേസ് ചെയ്യും. കാരണം ഇത്തരം ട്രീറ്റ്മെന്റ് ഇന്റൻസീവായിട്ട് എടുക്കുമ്പോൾ ചുറ്റുമുള്ള ആൾക്കാർ അറ്റ്ലീസ്റ്റ് നിയർ റിലേറ്റീവ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്, ഇത് എങ്ങനെ ഫേസ് ചെയ്യും, ഇത് കഴിഞ്ഞാൽ എന്താവും. പിന്നെ മൗണ്ട് എവറസ്റ്റ് കയറിയ മാതിരിയാണ് IVF ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ. ഏറ്റവും ഹൈ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്തു, ഇനി ഇത് കഴിഞ്ഞാൽ എന്താ, അതൊരു വലിയൊരു ചോദ്യമാണ്. ചിലരെ ദേഷ്യാണ്, സം പീപ്പിൾ ശരിയായില്ല, നമുക്ക് ഡോക്ടർ എന്തൊക്കെയോ ചെയ്ത് ശരിയാക്കി തന്നെ, അതൊരു സെറ്റ് ആൾക്കാരുണ്ട്. ബൈ ആൻഡ് ലാർജ് കുറവാണ്. ആ ആൾക്കാർ വരെ എപ്പോഴാണ് നമ്മൾ കൗൺസിലിംഗ് നേരത്തെ ശരിയായില്ല എന്നുള്ളതാണ് ആ സെറ്റ്. വി ഫൈൻഡ് ദോസ് സെറ്റ് ഓഫ് പീപ്പിൾ, യു നോ, ഹു ആർ ആംഗ്രി ആൻഡ് ദിസ്. And then there's a third set of people. It's okay. Partner, they take it and then പിന്നെ അവര് ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു സെറ്റ് ആൾക്കാർ. പക്ഷെ പ്രിഡോമിനന്റ്ലി ഞാൻ പറഞ്ഞ ഫസ്റ്റ് സെറ്റ് ആണ്, അതായത് ഹെൽപ്ലെസ് ആൻഡ് സാഡ് ആൻഡ് ബ്രോക്കൺ ഇൻഡിവിജ്വൽ. ആ ഇമോഷൻസ് ആണുള്ളത്. അതാണ് നമുക്ക് നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് അവരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി. രണ്ടാമത്തെ സെറ്റ് ഓഫ് ആൾക്കാരല്ലേ, ദേഷ്യമുള്ള ആൾക്കാർ, അവരെയും നമ്മൾ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിൽ ചെയ്യാണ്ട് അവരെ ഇതാവാൻ പാടില്ല. അവർ ഓപ്പൺ ആയിട്ട് ചിലപ്പോൾ നമ്മളോട് പറയും, നിങ്ങൾ നമ്മളെ ചീറ്റ് ചെയ്തു,
ദിസ് സോർട്ട് ഓഫ്. ബട്ട് പലപ്പോഴും ഞാൻ കണ്ടിരിക്കുന്നത് ആ സ്പെർ ഓഫ് ദ മൊമെന്റ് ആണ് അൾട്ടിമേറ്റ്ലി ദ റിയലൈസേഷൻ അവർക്ക് വരും. അതെ. പക്ഷെ ചിലപ്പോൾ അവർ ഭയങ്കര അബ്രപ്റ്റ് ആയിട്ടും ഇതൊക്കെ ആയിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ സെറ്റ് ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ 3 വർഷം പ്രാക്ടീസ് ചെയ്തിട്ട് അങ്ങനെ ഒരു 4-5 പേര് 25 years. I think statistically this thing. And the third, അപ്പോ like I said, the first set of people നെയാണ് More common. challenges to deal. Yeah. Right. So you have a huge years of practice, 25 years. Yeah. I'm sure you've had Kandamanam success rates, and I'm sure you have also had your set of complications. ഇപ്പോൾ പേഷ്യന്റിന് ഫെയിലിയർ ആയാൽ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, പേഷ്യന്റിന് ബുദ്ധിമുട്ടുണ്ട്, സോറോ ഉണ്ട്, ഹെൽപ്ലെസ്നെസ് ഉണ്ട്. സാറുടെ സൈഡിൽ എന്താണ്, വാട്ട് ഗോസ് ത്രൂ യു ഇങ്ങനെ ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞു? അതെന്താ അറിയോ, when you introspect, you measure yourself also in terms of what you are able to provide the patient. Okay. So when the patient grieves many times, നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് ശരിക്കും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ you get involved in those patients a lot. അവരുടെ ഇമോഷണലി യു ആർ വെരി മച്ച് ഇൻ ടു ദിസ്. ആൻഡ് നമ്മളുടെ മൈൻഡിലും ബയസ് ഉണ്ടാവും, ഇയാൾക്ക് ശരിയാവണം, കുറച്ചും കൂടി കൂടുതൽ എല്ലാവർക്കും ശരിയാവണം തന്നെയാണ് ഉണ്ടാവുക അങ്ങനെ. But then that's when you start believing more and more that there is something in life that is beyond your own control. Sometimes, the ones whom you really feel that everything is all right are the ones who don't do well in the treatment. Right. And sometimes it's the ones you write off that surprisingly they turn up winners out of nowhere. So it's a part of life, it's an emotional roller coaster. Some days you have it very good. Sometimes you are very anxious because നമ്മൾ പേഷ്യൻസിനെ ജഡ്ജ് ചെയ്യുമ്പോൾ they will react violently, they will be very heartbroken. അപ്പോൾ it's like I said, it's an emotional roller coaster. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോവുക. Every day is like that. നമ്മൾ ഇൻഫെർട്ടിലിറ്റി പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർക്ക് ആ 2 pink lines ആണ് ഫ്യൂവലുള്ളൂ. Yeah, those 2 pink lines, your life is on that. You are always looking for it. And but I think the thing is to learn to balance your emotions. You will be even out. Even if a patient feels that you are the greatest god on the surface of the earth, or if the patient feels that you are the biggest cheat on the surface of the earth, you keep your ethics strong. That's the way I keep it. And then I try to tell myself, okay, I did my best. Sometimes it's teamwork. See, it's not you alone. Right. Sometimes, there must have been something you are not able to do, something that might have gone wrong in the lab, somewhere. Right. But then, if you have tried your best, by and large, you are able to control and, bounce back. Setbacks, if you ask, it's not a perfect life. You have setbacks. There's always troubleshooting, like any this thing. But at the end of it, you give your best. Patients, be as I try and be as truthful to the patient as possible, and as truthful to yourself also. And പിന്നെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയാ, I feel it's always good to have a little bit of regret and introspect a little. That's what makes you a better clinician. And humble. Yeah, you have to bow down before certain things, and you have to be regretful about some wrong things you do. Okay. I have seen some people, they just pass it off. No, that's not the attitude. Because somebody's lot of things depend upon you, and these patients literally they come to you like that. Right. They may come in a Mercedes Benz or they may come in whatever, but they come like that. So there's much beyond. It's about families. It's about this thing. So that's what life has taught me so far. Better to keep your humility and your this thing where it and to be as grounded as possible. Yeah, really. No. So generally, ഇപ്പോൾ ഈ വെസ്റ്റേൺ കൾച്ചർ നോക്കിയ കണ്ടമാനം IVF ട്രീറ്റ്മെന്റ് എടുക്കണവര് ട്രിപ്ലറ്റ്സ്, ക്വാഡ്രിപ്ലറ്റ്സ്, 5 kids അങ്ങനെയാണ് ഒരു ഇത് കാണാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ട്രിപ്ലറ്റ്സും ക്വാഡ്രിപ്ലറ്റ്സും വരുന്നത്? ശരിക്ക് when you do treatment IVF, holy grail എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇതായിട്ടുള്ള IVFന്റെ ഡിസയേർഡ് ഔട്ട്കം
അറ്റ് ദ എൻഡ് ഒരു ജേർണി ആണല്ലോ, യാത്രയാണ് IVF Okay. എന്ന് പറഞ്ഞത്. ശരി. അതിന്റെ എൻഡിൽ ഹെൽതി മദർ ആൻഡ് എ ഹെൽതി ബേബി. ഇതാണ് ഹെൽതി മദർ ആൻഡ് വൺ ഹെൽതി ബേബി. പക്ഷെ IVF ചെയ്യുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സപ്പോസ് യു ട്രാൻസ്ഫർ 2 embryos, there's a chance that the lady will get twins. Suppose you transfer 3 embryos, there's a chance that the lady will get a triplet. Okay, it's not ideal. Ideal is one lady gets one baby. Then why are people there with triplets? It's because of two reasons. One most important reason is that the clinician decides this after consultation with the patient, obviously. And why would a clinician put 2 embryos or 3 embryos? Is sometimes the embryos are not essentially of the most ideal quality. No. And it's important for the clinician to show the results also. And like I said, the result immediately is a pregnancy. Right. So then you will put 2. But now in India, there is the official ART Act, or it's by legislation, you are not supposed to transfer more than 3 embryos. Ideally, you are supposed to transfer 2 embryos. Okay. And only if certain situations demand, then you're going to transfer 3 embryos. So gone are the days, before, you have, quadruplets. It's regulated by law now. Okay. Another thing everybody need to know is that since the last couple of years, in India, infertility treatment is now regulated by an act. Okay. So it's law. It's serious business. So, the law takes care of a lot of, it's good for the people Right. because they are more protected by the law. Okay. Second reason why is some of the patients, they feel that that concept is there. Right. Patients ask that one stimulation they will request. By and large, less. And it's incumbent on the doctor to counsel the patients also that multiples ഉണ്ടായി കഴിഞ്ഞാൽ ആ കുട്ടികൾ വലുതാവുമ്പോൾ ഒക്കെ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ആ ഡേറ്റ് എത്തുന്നവരെ ഇറ്റ്സ് റിയൽ ടെൻസ് ബിക്കോസ് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസിന് അതിൻ്റെതായിട്ടുള്ള പ്രോബ്ലം ഉണ്ട്. ഒന്നിലും കൂടുതലാണെങ്കിൽ ഡേറ്റിന് മുമ്പ് പ്രസവിക്കുക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അത് ഡിസ്കസ് ചെയ്യണം. ഇറ്റ്സ് എ മാറ്റർ യു ഡിസ്കസ് വിത്ത് ദ പേഷ്യൻസ്. ആൻഡ് യു ഡു ഫൈൻഡ് ട്വിൻസ് കുറച്ച് കൂടുതലാണ്. But in my practice, I try and do 2 maximum. I don't generally transfer even triplets. I have only very few triplets, occasional 2. But abroad in many countries, they have evolved to single embryo transfer. That is, 5 ദിവസം വരെ പുറത്ത് വിരിയിച്ചിട്ട് ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയ അതാണ് ഏറ്റവും ഐഡിയൽ. പക്ഷെ ഫോർ ദാറ്റ് ടു ഹാപ്പൻ, your system has to be perfect, your lab has to be very evolved, and you have to be very confident that ഒരെണ്ണം വെച്ചാൽ അത് പിടിക്കുന്നു. That's the truth about it. Okay. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് IVF ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു. Now എല്ലാവരുടെയും ഒരു ചോദ്യം, ഫസ്റ്റ് സെറ്റ് ഓഫ് മേ ബി ട്വിൻസ് ഓർ ഫസ്റ്റ് ബേബി IVF ആണ്. ക്യാൻ ദേ ട്രൈ ഫോർ ഒരു നോർമൽ ഡെലിവറി, അത് നോർമൽ ബേബി ഇത് കഴിഞ്ഞിട്ട് പറ്റും? എത്രയോ പേരുണ്ടാണ്. അതായത് ലോട്ട് ഓഫ് പീപ്പിൾ ദേ ഹാവ് ദ ഫസ്റ്റ് ചൈൽഡ് ബൈ IVF ആൻഡ് സബ്സിക്വന്റ്ലി ദേ കൺസീവ് നോർമൽ. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ദ റൂൾ ഓഫ് സ്ട്രെസ് ഇൻ ഇൻഫെർട്ടിലിറ്റി, ഇതൊക്കെ കറക്റ്റ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഒരു കൊച്ചായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയി, മൈൻഡ് ഫ്രീ ആയി, ടെൻഷൻ കുറഞ്ഞു. ആ സാഹചര്യത്തിൽ എത്രയോ പേർക്ക് ആവണം. അതുപോലെ തന്നെ IVF ചെയ്തിട്ട് ഫെയിൽ ആയിട്ട് പിന്നെ നോർമലായിട്ട് ആവുന്നവർ എത്രയോ പേരുണ്ട്. സോ ഐ ഓൾവേസ് ടെൽ ദ പേഷ്യൻസ്, IVF is a way to try and get pregnant fast. It is not the only way in which you can become pregnant. A lot of people in the US and some places, there are people in waiting list for IVF. അതായത് IVF ചെയ്യാന്ന് പറഞ്ഞിട്ട് അവരെ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇടും. എന്നിട്ട് അവരുടെ ചാൻസ് വരുമ്പോഴേക്കും അവരൊന്നുമില്ല നോർമലായിട്ട് പ്രഗ്നന്റ് ആവുന്നവരുണ്ട്. ഇതൊക്കെ അതിന്റെ സത്യങ്ങളാണ്. These are all the basic truth. So there is nothing of that sort. ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ അസൂസ്പെർമിയ സ്പേംസ് ഒന്നുമില്ല സെമനിൽ, ഫിക്സ് ചെയ്തിട്ട് തന്നെ പ്രഗ്നന്റ് ആവും. അവർക്ക് പിന്നെ എത്ര വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിലും രണ്ടാമത്തെ വീണ്ടും ഈ പറഞ്ഞ മാതിരി ട്രീറ്റ്മെന്റ് വേണ്ടി വരും. സോ but by and large, we see a lot of people. They have a first child and then subsequently they conceive normal. Right. Now we understood success rates. എന്ത് ചെയ്തിട്ടും IVF or name it any treatment, അത് ഫെയിൽ ആയി
ഒരു IVF സൈക്കിൾ അവര് എത്ര പ്രാവശ്യം ട്രൈ ചെയ്യാം? ബിക്കോസ് ഇതൊരു നോട്ട് ഇറ്റ്സ് എ No, വെരി it is ഫൈൻ, never ending. ഇറ്റ്സ് നെവർ എൻഡിങ്. And one of the things is we clinicians emphasize is when to stop. Yeah. It's very important. And this when to stop is a result of a conversation between the patient and the clinician. Because nowhere is it written that ഇത്ര കഴിഞ്ഞതിന് ശേഷം നമ്മൾ IVF ചെയ്യാൻ പാടില്ല. But we have to remember about the emotional toll, the financial toll, and the health consequences of procedures which involve injection of hormones, constant this. After a discussion, definitely we have to discuss with the patient. And then, but the truth is there are very few people, patients, who will continue with a clinician. What generally happens is ഒരു clinician എടുത്ത് വരും, 1-2 പ്രാവശ്യം നോക്കും, ആയിട്ടാണെങ്കിൽ they try and search for the next best option, അങ്ങനെ പോകുന്നുണ്ട്. സോ അങ്ങനെ വേറെ കുറെ IVF ചെയ്തവരെയൊക്കെ നമ്മൾ അങ്ങനെ കാണില്ല. Occasionally you come across these kind of patients. Okay. But after 2 attempts, 3 attempts, we sit and have a dialogue with the patient that you have to decide what's going on and what is the thing. A healthy conversation and a mutually respected this thing is always an indication of good ethics. ഇപ്പോൾ സാറ് ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു കപ്പിൾസിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, സാറുടെ ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷെ സാറിനെ കാണാനായിട്ട് അവർ ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിലോ ഒരിക്കലായിരിക്കും വരുന്നുണ്ടാവുക. മെജോറിറ്റി ഓഫ് ദ ടൈം അവർ സ്പെൻഡ് ചെയ്യാൻ പോകുന്ന അവരുടെ ഫാമിലീസിൻ്റെ കൂടെ, അവരുടെ ഇൻലോസിൻ്റെ കൂടെ. സോ ആസ് എ സൊസൈറ്റി എങ്ങനെയാണ് വി ഷുഡ് സപ്പോർട്ട് സച്ച് ഫാമിലീസ്? Support is very much required. I will tell you, ഞങ്ങളിലെ ചിക്കൻ ആൻഡ് കൂപ്പ് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ചിക്കൻ ആൻഡ് കൂപ്പ് സിൻഡ്രോം, അതായത് everybody is waiting for the chicken to lay the egg, the hen to lay the egg. That is what happens to these infertility patients. There is so much expectation on them, so much stress. Stress എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഇമോഷണൽ സ്ട്രെസ് അവരുടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. പിന്നെ സൊസൈറ്റി, ഇമ്മീഡിയറ്റ്ലി അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഒരു പ്രഷർ, പിന്നെ ഫിനാൻഷ്യൽ സ്ട്രെസ്, ഇതെല്ലാം ഉണ്ട്. നമ്മുടെ നാട്ടിൽ കേരളമാണ്, ഓക്കെ, വി ആർ സിറ്റിംഗ് ഇൻ കേരള, വെരി ഡെവലപ്ഡ് സ്റ്റേറ്റ് ആൻഡ് ഓൾ ദാറ്റ്. ബട്ട് വി മെഷർ പീപ്പിൾ ബൈ 3 things. എത്ര ഭൂമിയുണ്ട്, എത്ര സ്വർണ്ണം ഉണ്ട്, കുട്ടികളുണ്ട്, അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 3 സാധനമല്ലേ. യു ഹാവ് ടു ബി പ്രസിഡന്റ് ആക്കാൻ വേണ്ടി ദീസ് ആർ 3 things. We measure ourselves by that. All these patients, they carry this whole burden along with them. ഭയങ്കര പ്രശ്നമാണത്. ഹൗ ടു ഡീൽ വിത്ത് ദിസ് അവരെപ്പോഴും ചോദിക്കുന്നതാണത്. അതായത് ഈ കോൺസ്റ്റന്റ് ചോദ്യം, ഈ നോട്ടം, അയ്യോ അയ്യോ അയ്യോ. ഞാൻ നേരത്തെ ചോദിച്ച പോലെ നോയിസ് ക്യാൻസലേഷൻ ബഡ്സ് ഉണ്ടോ എന്ന് ചോദിക്കാം. ചെവിടുള്ള എന്തെങ്കിലും തിരികെ വെക്കാൻ മതി. ചുറ്റുള്ള ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നതും ഇതും. ചുറ്റുള്ള വീടിന്റെ പുറത്തുള്ള ആൾക്കാരെ എളുപ്പമാണ് ഡീൽ ചെയ്യാൻ. പക്ഷെ വീട്ടിലുള്ള പ്രായമായിട്ടുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യുന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ്. അതായത് വാട്ട് ടു ഡു. I say that you have to be confident, okay? And then you have to say that we are doing whatever is necessary. We met the clinician, and then it's been told that there's a time for everything. There's and we are doing whatever is necessary. It's the best way. You can't just wish off elders in the house or this thing, You can just tell them, hold on, and it takes time. Correct. ഒരു വൺ സ്റ്റോപ്പ് ഷോപ്പ് അല്ല, പോയി ഒരു സാധനം മേടിച്ചു അങ്ങനെ ഒരു സാധനം ഒരു കൊച്ചിനെ കിട്ടില്ല. ആൻഡ് വി ആർ ഡൂയിങ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പുറമെ കുറച്ചും കൂടി ബെറ്റർ ആണ്. അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്, വാട്സാപ്പ് ഗ്രൂപ്പ്സ്, ഇതൊക്കെ പാട്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പേഷ്യൻസ് അത് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ദിസ് കുറെ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. ഇൻ ദ ക്ലിനിക് വി വർ സർപ്രൈസ്ഡ് സംടൈംസ്, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കാണും, ഇരിക്കുന്ന പേഷ്യൻസ് എല്ലാവരും കൂടി ചിലപ്പോൾ അപ്പൊ തന്നെ ഇരുന്നിട്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ സംസാരിക്കുക, ഇത്തരത്തിലുള്ള ദേ ഹാവ് ദിസ്. പുറമേയുള്ള മാതിരി നമുക്ക് അത്രയ്ക്കൊരു ഇതായിട്ടുള്ള ഒരു സപ്പോർട്ട് ഇല്ല. പിന്നെ ഏറ്റവും വലുത് വി ടെൽ ദം നോട്ട് ടു ലീൻ ഓൺ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ആൻഡ് ഈ പറഞ്ഞ മാതിരി ഗൂഗിളും ഈ കാര്യങ്ങളൊക്കെ. പിന്നെ ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഓർ മേ ബി വാട്ട് എവർ ഫെയ്ത്ത് യു ആർ ബിലീവിംഗ് ഇൻ ആൻഡ് ഓൾ ദീസ് തിങ്സ്. These are the things that help them, overcome. And then share success stories to take out the negativity. എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മള് ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ആദ്യം പെട്ടുകൊണ്ടിരിക്കുന്നത്.
അയാൾക്ക് ആയി തന്നെ ഇല്ല. പക്ഷെ ആയവരുടെ സക്സസ് സ്റ്റോറീസ് അവരോട് ഷെയർ ചെയ്യുക. ദീസ് ആർ ഫ്യൂ സ്ട്രാറ്റജീസ് വിച്ച് ഹെൽപ്പ് ദം ആൻഡ് ഓരോ പ്രാവശ്യം വരുമ്പോഴും എൻക്വയർ സ്പീക്ക് ആൻഡ് ഗിവ് ദം എൻ ഔട്ട്ലെറ്റ് ടു ക്രൈ ഓർ വീപ്പ് ഓർ വോട്ട് എവർ. ഇത് ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്. പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് ഒന്ന് കരയാനുള്ള ഒരു അവസരം. നമ്മളുടെ ഒ പി ആയിക്കോട്ടെ, കുഴപ്പമില്ല, കുറച്ച് നേരം ഇരുന്നിട്ട് അവർക്ക് ആ വിഷമം അങ്ങോട്ട് തീർക്കാം. അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് ലൈക്ക് എ കുക്കർ ലൈക്ക് സിറ്റുവേഷൻ ഫോർ ദം. ദേ ആർ ഫിൽഡ് വിത്ത് പ്രഷർ ആൻഡ് ദേ കാണ്ട് എവിടെയും ആരോടും പറയാൻ പറ്റില്ല. യു കാൺ ടെൽ. അപ്പോൾ നമ്മളുടെ വി ക്യാൻ ബിക്കം എ ഔട്ട്ലെറ്റ് ഫോർ ദം ടു വെന്റ് ഔട്ട്, എൻകറേജ് ദാറ്റ് കൈൻഡ് ഓഫ് എ കോൺവെർസേഷൻ വിത്ത് ദം. It's very easy to get out emotions from these people. These are the things which we commonly try to help out these patients. Right. And not to make silly mistakes. No, some clinics I have seen, they keep on calling patients homes to inquire നാളെ വരുന്നുണ്ടോ മറ്റന്നാ വരുന്നുണ്ടോ. ഇതിൽ ചില സത്യങ്ങളുണ്ട്. ചിലപ്പോൾ പേഷ്യൻസ് വരുന്ന വീട്ടിലൊരാളോട് പറഞ്ഞിട്ടും കൂടി ആയിരിക്കില്ല. They don't even tell anybody in their house. And then a call from a doctor's clinic inquiring when are you coming for your next injection can be very disastrous for them and even. So let's not do something to further their agony. Right. And we try and have a different kind of approach, non-conventional sort of a try. So do you feel ഇങ്ങനെ from ഒരു hospital side in കുറച്ച് counsel groups or Yeah, definitely. group therapy? No, like I was telling you, group therapy is generally not good. Okay. That these patients, like I said, individually you address them. Okay. And then now, like I said, it's mandatory to have counseling sessions for them. Okay. We do have counseling, but then ultimately it's the service provider that counseling. You can counsel different things. Mm-hmm. Some people, they just like to counsel the cost of treatment, Right. or the success rates. Adalla, no, things are there beyond that. Ask them what goes on in their house. Ask them ask them whether the husband is cooperative. Ask them whether the husband blames. അങ്ങനെയൊക്കെ ഒരു സംസാരിച്ചിട്ട് let them be your friends also, not your clients only. Right. That's the thought process. Right. Now, as you mentioned about this counseling, now when we look around, there are multiple IVF centers opening every nook and corner. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പോൾ ഒരു പേഷ്യന്റിന് വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ അവര് ചിലപ്പോൾ ജഡ്ജ് ചെയ്യാൻ ഡോക്ടറുടെ ഗൂഗിൾ റിവ്യൂലായിരിക്കാം, ആ ഹോസ്പിറ്റലിന്റെ സെറ്റപ്പ് ആയിരിക്കാം. എങ്ങനെയാണ് ഒരു കപ്പിൾ ഒരു ജെന്യുവിൻ നല്ല സെന്റർ ചൂസ് ചെയ്യാൻ പറ്റും? Like I said, the mushrooming of IVF centers has entirely got to do with something else. It's not only simply about increasing infertility patients. It's that because of the infertility patients are increasing, it's become a booming multi-billion-dollar industry. That is a reality. നമുക്ക് അതിന്റെ സത്യം അതാണ്. അതായത് അതിൽ കുറെ പൈസ അതുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ സ്റ്റിൽ കപ്പിൾ ക്യാൻ ചൂസ്. കപ്പിൾ ചൂസസ് ഹൗ? ഒന്ന്, റെപ്യൂട്ടേഷൻ, എക്സ്പീരിയൻസ് ഓഫ് ദ പേഴ്സൺ ഹു പ്രൊവൈഡ്സ്, ഹൗ ട്രാൻസ്പെറൻറ്റ് യു ആർ, transparent regarding different aspects, how well you behave, how transparent you are regarding things like pricing, all these sort of things. And then of course people nowadays look at Google reviews and those kind of things. Right. In Kerala and all, people are much educated. They can avarku adu filter cheyan ariyam. Right. See, they know by and large how to filter. Right. May not be true in all the places. Right. And may not be true in different senses. But you can choose. Definitely, ഒരു സ്ഥലത്തിനുള്ള biggest thing is അവിടുന്ന് എത്ര കുട്ടികൾ, how many people walking around with babies are treated from there. Word of mouth. മറ്റേ ടേക്ക് അവേ റേഷ്യോ, ഈ പറഞ്ഞ മാതിരി ടേക്ക് ബേബി, take home baby. ടേക്ക് ഹോം ബേബി. Yeah. That is Very important. important. Very important. See, it's a scientific way. Right. Simply put, colloquial language എന്താണ്? ആ ദിവസം അവിടെ പോയിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, ഈ കുട്ടികൾ അവിടെ പോയിട്ടുണ്ടായി. Word of mouth. Right. Now, of course, there is a lot of publicity, and in IVF ന്റെ കാര്യം വരുമ്പോൾ there is this cost factor involved. You have different schemes and all. Right. So those are different things. But by and large, if you have practiced well, if you're giving, you are scientifically sound, good ethics, people believe you, and then you're giving results, you would be able to have good practice. I review ഒക്കെ ഉണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ചെയ്യണം. അത് കാലം അനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ മാറിയിരിക്കണം. സം പീപ്പിൾ ആർ ദേർ ഹു കം ലൈക്ക് ദാറ്റ്.
But then whatever they optimize, once they walk into your clinic and have a conversation with you, I suppose they're able to separate. Right. You know, alkari instincts many often don't go wrong. ഇപ്പോൾ ഞാൻ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ കുറച്ചൊരു പേഴ്സണലൈസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നൗ ടു മെനി കപ്പിൾസ് സർ ഒരു ദൈവമാണ് അല്ലെ, പക്ഷെ സാറുടെ ലൈഫിൽ ഒരു ഗോഡിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഓർ ഹൗ മച്ച് ഹാസ് റിലീജിയൻ ഇൻഫ്ലുവൻസ്ഡ് യു? To answer you frankly, it always helps to believe that there is something above you for everybody. I'm not a very ritualistic person, No. but I do believe that there is something beyond, above your control. How it helps me is in two ways. First way is it helps me to control my own actions. See, I'm seeing a set of people who are extremely vulnerable. I'm dealing with women who are, they are just coming like that to you. It helps me control myself, my actions. It helps me keep my ethics intact. അവർക്ക് നമ്മൾ ശരിയായി ചെയ്യണം. No, my thought process does not go beyond that. I have set lines for myself. So that should come from within. And for that to come from within, it always helps for you to know that, you know, that there is something supreme and beyond. Then being in IVF also sometimes, or quite a few times, you know, lets you know that it's not only mainly your actions or interventions that, like I said, നമ്മൾ എപ്പോഴും ഈ പ്രോഗ്നോസ്റ്റിക്കേറ്റ് പേഷ്യൻസ്, ചിലർക്ക് നമുക്ക് തോന്നും ഇവർക്ക് ശരിയാവും, ചിലർക്ക് നമുക്ക് തോന്നും ഇവർക്ക് ശരിയാവില്ല. പക്ഷെ പലപ്പോഴും നമ്മളുടെ ആ പ്രോഗ്നോസ്റ്റിക്കേഷൻ തെറ്റിപ്പോവാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നന്നായി തോന്നുന്ന കാര്യങ്ങൾക്ക് ശരിയാവില്ല, പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒട്ടും ശരിയാ, അത് ശരിയാവണം. അപ്പോൾ that makes you believe that, you know, some things are destined to happen. No. They cannot be programmed, but they are destined to happen. No. And even while dealing with the patients, there isn't a patient of infertility who will not buy an argument, whichever the religion is, that this is controlled by God. It's the best, sort of balm and this thing that you can offer them. Right. Helps you, helps the patient. So that's why, you know, I believe that there is something that I don't know whether it is related to any religion or what. I'm not sure. Right. There are a lot of things that I see in my daily practice which make me believe that there is something supreme beyond. No. Now we are almost coming to the end of our episode. We have a lot of aspiring MBBS students. What do you think are these few pointers they must get themselves ready before considering to become an infertility specialist? Yes, that's very important, because nowadays, from the specialty of obstetrics and gynecology, many people go into infertility because they feel that in a short span of time, they could establish their practice and become super specialists, IVF, and the thought is good. But then I would like to stress on the fact that it's all about hard work. Right. It's about building relationships with patients. It's about winning their confidence. It's about enriching your knowledge. You have to spend a lot of time trying to, enrich your knowledge, updating yourself. Right. It's about having very strong ethics. And it's about learning to deal with setbacks. It's not a very rosy always. Right. You know, the successful patient, like I said, will tell you many good things. They'll give you many good things, chocolates, flowers. This is what comes out. But then the unsuccessful patient, forget the behavioral things. It will always be in your mind that you're leaving people sad and disappointed with your services. Right. So you have to learn to deal with that part of the emotional. So it's not an easy, it's not a cakewalk. Right.
So that you just go and join somewhere, learn a little bit of infertility IVF, and come in. You should come full hog to go the full distance. And full distance means families. Now, initially, the girls that the young babies that I have delivered when I started my practice, they started coming to me now as patients. So it's about a lifetime you got to spend. And then I'm just 25 years. I know people, our seniors are there who spend much more than that, Right. much more. I'm sure that whomever you ask to and talk to will talk about this. Right. That this journey is about that, and then it recurs. It keeps coming to you. Right. So പിന്നെ ബിഫോർ വി എൻഡ് വൺ മോർ വെരി ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ IVF, IUI, ICSI ഇതൊക്കെ ഒരു അലോപ്പത്തി ട്രീറ്റ്മെൻ്റ് ആണ്. കണ്ടമാനം ആൾക്കാർ ഇപ്പോൾ ഹോമിയോപ്പതി, ആയുർവേദ, വേറെ ഫോംസ് ഓഫ് ട്രീറ്റ്മെന്റിന് പോവാറുണ്ട്. ഇതിന് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ, അതോ ആൾക്കാർ അതിന് പോണോ? സത്യാവസ്ഥ, ജെന്യൂനിറ്റി ഇതൊന്നുമില്ല. ദിസ് ഇസ് ദ റിയാലിറ്റി. ഓക്കെ, അല്ലെ? ഓ, ദിസ് ഇസ് ദ റിയാലിറ്റി. There are different streams of practicing medicine. By and large, we respect all those streams. They may have their, but we don't have the tendency to mix or intertwine the two. Okay. For most of the patients who come to see us for infertility would have either seen ഒരു ഹോമിയോപ്പതി കാണിക്കാൻ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആയുർവേദം കാണിക്കാൻ പോയിട്ടുണ്ടാവും. സി, ഇൻഫെർട്ടിലിറ്റി ഒരു സീറോ അല്ല. നമ്മൾ ഒന്നും ചെയ്തില്ല എന്നെങ്കിലും ചിലപ്പോൾ ആൾക്കാർ പ്രഗ്നൻസി ആവും. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, IVF-ന് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടവര് ഒന്നും ചെയ്യാണ്ട് പ്രഗ്നന്റ് ആവണവരുണ്ട്, IVF-ന് വെയിറ്റിംഗ് ലിസ്റ്റിലിട്ടവര് ഒന്നും ചെയ്യാണ്ട് പ്രഗ്നന്റ് ആവണവരുണ്ട്. അപ്പൊ ഇടയിൽ അവര് ഹോമിയോപ്പതിയിൽ പോയി കാണിച്ചു, അവർ പ്രഗ്നന്റ് ആയി. അത് ഹോമിയോപ്പതി കാരണമാവാം, അല്ലെങ്കിൽ ബൈ ചാൻസ് ആവാം, എന്താവാം. പക്ഷേ വി ആർ നോട്ട് ദ പേഴ്സൺസ് ടു സിറ്റ് ഓൺ ജഡ്ജ്മെന്റ്. അവർക്ക് ഒന്നും അറിയില്ല, അവരൊന്നും ശരിയല്ല. അത് ഐ കീപ് ഇറ്റ് ഔട്ട് ഓഫ് മൈ തിങ്. വി ഷുഡ് മ്യൂച്വലി റെസ്പെക്ട് ഓൾ ദ പീപ്പിൾ ഹു ആർ. പക്ഷെ ഞാൻ എൻ്റെ പ്രാക്ടീസിനുള്ളിൽ ഞാൻ ഇങ്ങനെ മിക്സ് ചെയ്യുക, അത് ഞാൻ ചെയ്യാറില്ല. കാരണം ഞാൻ ചെയ്തതും ഞാൻ പഠിച്ചതും ആ സാധനമായിരിക്കണം. അതുപോലെ ഐ എം ഷുവർ ദേ ആർ ഓൾസോ ഡൂയിങ് ദയർ ബെസ്റ്റ് ഇൻ ദാറ്റ് വേ. അതായത് അവരവരുടെ പ്രാക്ടീസ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി പേഷ്യന്റ് എന്താ വേണ്ടത്? പേഷ്യന്റിന് കാര്യം ശരിയാണ്, കുട്ടിയാണ്. അത് ഹോമിയോപ്പതി കാണിച്ചിട്ടാണോ ആയുർവേദം കാണിച്ചിട്ടാണോ കാണിച്ചത്, നമ്മുടെ അടുത്ത പേഷ്യന്റ് when they come to us, we do our best depending upon the knowledge we have acquired. ഞാൻ പഠിച്ച അലോപ്പതി അല്ല, ഞാനത് പഠിച്ച് സയന്റിഫിക് ബേസിസിൽ ഞാൻ ട്രീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒരിക്കലും ഒരു ജഡ്ജ്മെന്റ് അവരെ ചെയ്യണ സയന്റിഫിക് അല്ല, അങ്ങനെയുള്ള ആ അപ്രോച്ച് ഒരിക്കലും എടുക്കാം. ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ഈ ഒരു എൻറിച്ചിങ് എപ്പിസോഡിൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായത് ഇൻഫെർട്ടിലിറ്റി ഈസ് മെയിൻലി അബൌട്ട് ഫ്രം ആൻ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. ഒന്ന്, ഐഡന്റിഫൈങ് ദ ഡയഗ്നോസിസ്, ദ കോസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. Be very empathetic, give time. Patient is very important. The right patient. Yes. Your patient is important. And your patient is not a revenue making unit. Right. The day you recognize that, I think you won half the battle. No. So thank you for these really enriching words, and it was a wonderful talk. So thank you, Dr. Venugopal, and wish you, your complete team, more success, and thank you for coming to MedVentures. Thank you for the opportunity, and you are doing a wonderful. I've seen many of your videos. They're very good and inspirational, and I wish you success, and I hope that you find many more people, voices. Because voices do matter, and the context is very apt. Because nowadays people look up to these kind of videos and things. And I hope our interaction benefits few of your viewers. Thank you so much, sir. Thanks.